ഞാനിവിടുന്ന് ആരംഭിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇന്ന് വെളിപ്പാടിലേക്ക് നേരെ വരില്ല. സമയമുണ്ടെങ്കിൽ എത്തും, അത്രമാത്രം. ആദ്യം നമുക്ക് ഈ പറഞ്ഞ പ്രവചന വിഷയത്തിലേക്ക് പോകാം. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, ഇതൊക്കെ നീ നിർവഹിച്ചിട്ടും കോഴി തൻ്റെ മക്കളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്കെത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇവിടെ കർത്താവിൻ്റെ ഒരു ശാപവചനമാണ് കണ്ടത്. കർത്താവ് ഈ നഗരത്തെ നോക്കി പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടു പോവാണ്. അത് തീർത്ത് പറയല്ല, പോയ ഞാൻ മടങ്ങി വരും. പക്ഷേ ഇന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുന്ന നീ അന്ന് പറയും, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇപ്പം അങ്ങോട്ട് പോകാം. ആദ്യം പഠിക്കുക യെരൂശലേം. ഊർ എന്നും ഷാലോം എന്നുമുള്ള രണ്ട് പദങ്ങളുടെ സമന്വയമാണ് ഊർ ഷാലോം. അർത്ഥം ദ സിറ്റി ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പട്ടണം. സമാധാനത്തിൻ്റെ പട്ടണമെന്ന് അർത്ഥമുണ്ട്. പക്ഷേ നൂറുകണക്കിന് യുദ്ധങ്ങൾ, പതിനായിരക്കണക്കിന് ആളുകളുടെ ചുടുചോര ചൊരിയിച്ച ദാരുണ കൊലപാതകങ്ങളും മരണങ്ങളും, നിരവധി സാമ്രാട്ടുകൾ തേരോടിച്ച് യുദ്ധഭീഷണി മുഴക്കിയ സ്ഥലം എന്നും യുദ്ധത്തിൻ്റെ കരിനിഴലിൽ ചോര പുതച്ചുറങ്ങുന്ന മണ്ണ്. അതാണ് ഊർ ഷാലോം. ഊർ ഷാലോം അതിൻ്റെ ഓൾഡ് സിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഓൾഡ് സിറ്റിക്ക് ഏതാണ്ട് 8.3 ഏക്കറാണ് വിസ്തൃതി. 8.3 ഏക്കർ. കാമ്പൗണ്ട് വാൾ, ആ പരിസരം എല്ലാം കൂട്ടി 8.3 ഏക്കർ. 8.5 ഏക്കർ എന്ന് കൂട്ടിക്കൊള്ളൂ. 8.5 ഏക്കർ വിസ്തൃതിയുള്ളതും ഒരു മനുഷ്യൻ്റെ കാൽപാദത്തിൻ്റെ ആകൃതിയോട് കൂടിയതും 5 മലകൾ, 4 മലകൾ ചുറ്റപ്പെട്ട് കിടക്കുന്നതും നടുവിൽ ഈ ഒരു മല കൂട്ടി ആകെ 5 മല. ഇതാണ് ഊർ ഷാലോം. 5 മലകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിലൊരെണ്ണം ഈ പറഞ്ഞ സ്ഥലം തന്നെയാണ്. ബാക്കി 4 മലകളിലേക്ക് വരാം. 1, യെബൂസ്യനായ ഓർന്നാൻ്റെ കളം. 2, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ. 3, ഉത്തരഗിരിയായ സിയോൻ. 4, നമുക്കൊക്കെ പരിചിതമായൊരു മല, ഗോൽഗൊഥ എന്ന കാൽവറി. ഞാൻ ആവർത്തിക്കുന്നു. യെബൂസ്യനായ ഓർന്നാൻ്റെ കളം, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ, ഉത്തരഗിരിയായ സിയോൻ, ദെൻ ഗോൽഗൊഥ എന്ന കാൽവറി. നടുക്കുള്ള ഈ സ്പേസ് കൂട്ടി 5 ഇടങ്ങൾ. ഇതൊക്കെ ഒരു വലിയ മലയൊന്നുമല്ല, മൊട്ടക്കുന്നുകളാണ്. ചിലരൊക്കെ അവിടെ പോയിട്ടുള്ളവരുണ്ടല്ലോ ഇവിടെ. ഈ ഗോൽഗൊഥ എന്ന മലയ്ക്ക് തന്നെ കഷ്ടിച്ച് നമ്മുടെ ഈ എന്താ പറയുക, ഈ ഭിത്തിയേക്കാളൊരല്പം കൂടെ ഉയരം വരും, ഒരു മൊട്ടക്കുന്ന്. അതുകൊണ്ട് അവിടെ പോയിട്ട് വന്ന ആളുകളാരും ഈ ഗോൽഗൊഥ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത വൈബ്രേഷൻ ഇട്ട് പറയരുത്. ഗോൽഗൊഥ അങ്ങനെ പറയരുത്. അതിനുള്ള വലിപ്പമില്ല, അതാണ്. കാൽവറി അത്രയൊന്നും വിറപ്പിക്കേണ്ട കാര്യമില്ല, കാരണം കുഞ്ഞൊരു മലയാണ്. പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു ആത്മീയ സന്തോഷത്തിന് അങ്ങനെ പറഞ്ഞു എന്നോർത്ത് എനിക്ക് വിരോധമില്ല. ഇനി അതുകൊണ്ട് ആ ഒരു സന്തോഷം ഉണ്ടാകുന്ന അങ്ങനെ പറഞ്ഞു. പക്ഷേ ചെറിയൊരു മലയാണ്. മൊട്ടക്കുന്നുകൾ. ഈ കുന്നുകൾ വന്ന് ഒരു താഴ്വരയിൽ സമന്വയിച്ച് തീരും. ഒറ്റക്കുന്ന് പോലെ തോന്നുമ്പോൾ അതുവഴി ഒരു തോടുണ്ട്. ആ തോടിൻ്റെ പേര് കിദ്രോൻ. ഈ തോട് കഴിഞ്ഞാൽ ഉടൻ
യെരുശലേമിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടിയാണ് ഒഴുകുന്നത് ഈ തോട്. ആ തോട് കഴിഞ്ഞാൽ ഉടൻ കാണുന്നത് ഒലിവുമല. യെരുശലേമിനെയും ഒലിവുമലയും തമ്മിൽ വേർതിരിക്കുന്ന അതിരിൻ്റെ പേരാണ് കിദ്രോൻ തോട്. തോടെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ നല്ല തോട് കണ്ട നമുക്ക് ഇത് കണ്ടാൽ തോടായിട്ട് തോന്നൂല. ഈ തോട് ഒത്തിരി ചരിത്ര പ്രസിദ്ധ. ഇത് കടന്നാണ് ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഒളിക്കുന്നത്, ശൗലിനെ ഭയന്ന് ഓടുന്നതൊക്കെ. പുള്ളി ഈ തോട് ഒത്തിരി കയറിപ്പോയൊരു മനുഷ്യനാണ്. ഈ തോടിൻ്റെ തീരത്താണ് ബാലിൻ്റെ പ്രവാചകന്മാരെ ഏലിയാവ് വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടിയ ആ ശ്മശാന ഭൂമി. ഇതിൻ്റെ തീരത്താണ് അശേരാപ്രതിഷ്ഠകളെ കുഴിച്ചിട്ട ഇടം. അപ്പം അന്നും ഇന്നും ഇതൊരു ശ്മശാനമാണ് ഈ ഇതിൻ്റെ തീരം. അതിൻ്റെ കാരണം പിന്നെ പറയാം. പിന്നെ മുമ്പോട്ട് പോയാൽ നമ്മൾ ഒലിവുമലയും കണ്ടു, പിന്നെ യെരുശലേമും, ഇടയ്ക്കൂടി ഒരു തോട്. മനസ്സിലായോ? ആ, ഈ തോട് കടന്ന് ഒലിവുമലയിലേക്ക് കടക്കുന്ന ആദ്യത്തെ ചെരിവ് ഗെത്സമേന എന്നറിയപ്പെടും. യേശു പ്രാർത്ഥിച്ച ഇടം. ഈ ഗെത്സമന കടന്ന് അതിൻ്റെ മുകൾ പരപ്പിലാണ് യേശു ഇപ്പോൾ പറഞ്ഞ പ്രവചനം നടത്തുന്ന സ്ഥലം. ദേവാലയം പൊളിയും എന്നൊക്കെ 24 വാക്യം. ഇവിടേക്കാണ് യേശു ഒരിക്കൽ തൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ നിന്നാണ് തൻ്റെ ശിഷ്യഗണങ്ങളെ അന്ത്യമായി അഭിവാദ്യം ചെയ്തിട്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഇവിടേക്കാണ് യേശു ഒരിക്കൽ വരാൻ പോകുന്നതും ഒലിവുമല രണ്ടായി പിളരുന്നതും. ഇതൊക്കെ നമ്മുടെ നാളത്തെയും നാളെ കഴിഞ്ഞുമൊക്കെ ഉള്ള പഠനത്തിന് ആവശ്യമാണ്. സമയം ഏറ്റവും അടുത്തു. എത്ര ദിവസം കൂടെ ഇനിയുണ്ട്? 3 ദിവസമാണ്? 5? ഓക്കെ. അപ്പോൾ ഈ സ്ഥലമൊന്ന് പഠിച്ചു പോക്കോ. അപ്പം ഗെത്സമന ആദ്യത്തെ ചെരിവ്, മുകളിലത്തെ ഉയരം, അത് ഒലിവുമല. അതിൻ്റെ മറുചരിവും പ്രധാനപ്പെട്ടതാണ്. യേശു ഏറെ ഇഷ്ടപ്പെട്ട ഒരു വീടുള്ള സ്ഥലമാണത്. ബെഥനി, ലാസറിൻ്റെ വീട്, ബെഥാന്യ, അതാ ശരി പ്രയോഗം. ഈ ബെഥാന്യയിലാണ് ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം. വചനം പറയുന്നില്ല, എന്താ പറയുന്നത്? സകല പക്ഷികളും വന്ന് കടുക് മരത്തിൽ കൂട് കെട്ടി എന്നൊക്കെ പറയുന്ന കള്ളമല്ല. ഇന്നും കടുക് മരങ്ങളുണ്ട്, അവിടെ മാത്രമുള്ളത്. അപ്പോൾ ഇത്രയും പൈസ കൈ വെച്ചുകൊണ്ടിരിക്കുക, അതവിടെയൊക്കെ ഒന്ന് പോയി കണ്ടാട്ട്. കാശില്ലെന്നോർത്ത് അതൊരു വിഷമിക്കേണ്ട, ലോൺ എടുത്ത് പോകണം. മനസ്സിലായല്ലോ? അപ്പോൾ ബാക്കി നമുക്ക് അടുത്തയിലേക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഗെത്സമന യേശു പ്രാർത്ഥിച്ച സ്ഥലം, ഒലിവുമല യേശു എടുക്കപ്പെട്ട ഇടം, ബെഥാന്യ യേശു സ്നേഹിച്ച ലാസറിൻ്റെ വീട്. ഇത്രയും സ്ഥലം മനസ്സിലായി. യെരുശലേമിനെ കുറിച്ച് അല്പം കൂടി പറയാം. യെരുശലേമിന് ചുറ്റും 8 വാതിലുകളുണ്ട്. ഈ കോട്ടയ്ക്ക് ചുറ്റും 8 വാതിലുകൾ. ഓരോ കാലത്ത് ഓരോ പേരിലാണ് അത് അറിയപ്പെട്ടത്. 8 വാതിലുകളിൽ ഇന്ന് നിങ്ങൾ ചെന്നാൽ 7 വാതിലുകളും തുറന്നു കിടക്കുകയാണ്. ഒരു വാതിൽ തുറന്നിട്ടില്ല. യാത്ര ചെയ്യുന്ന ആളുകൾ ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരു നിലയിൽ വേണം പോകാൻ. നല്ല ഗൈഡിനൊക്കെ കണ്ടുപിടിച്ച് വേണം പോകാൻ. കാരണം ഈ 8ാമത് തുറക്കാതെ കിടക്കുന്ന വാതിൽ സുപ്രധാനമാണ്. യെരുശലേമിന് കിഴക്കോട്ട് അഭിമുഖമായുള്ള ഒലിവുമലയെ നോക്കി നിൽക്കുന്ന ഗോപുരവും വാതിലും ഇന്നുവരെ തുറന്നിട്ടില്ല. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന രാത്രി പോലും അത് തുറന്നിട്ടില്ല. അടച്ചുപൂട്ടിയ ആ വാതിൽ തുറക്കാൻ ഗഹനമായ പല ശ്രമങ്ങൾ നടന്നു, ഇതുവരെ തുറന്നിട്ടില്ല. 1967 ഇതൊന്ന് തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അതിനു മുമ്പ് 1919 ഇത് തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. എന്തേ ഈ വാതിൽ മാത്രം തുറക്കാനാവാത്തത്?
മനുഷ്യൻ വളരെ യന്ത്ര സാമഗ്രികൾ കണ്ടുപിടിച്ചൊരു കാലം, പടുകുറ്റൻ മലകളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് വാരി വിഴുങ്ങുന്ന JCBകളും ടിപ്പറുകളുമൊക്കെ ഉള്ള കാലം, പടുകുറ്റൻ മതിലിടിച്ചു പൊളിക്കാൻ ഉള്ള യന്ത്ര സാമഗ്രികളുള്ള കാലത്തും യെരുസലേമിൻ്റെ കിഴക്ക വാതിൽ ഒരുത്തനും തുറന്നിട്ടില്ല, തുറക്കാനാവില്ല. എന്താണ് കാരണം? യെസക്കേൽ 44:1 മുതൽ വായിച്ചുകൊള്ളുക. കാരണം വളരെ സ്പഷ്ടം. വായിച്ചിട്ട് യെസക്കേൽ 44:1 44:1. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഒരു ദർശനം കാണുകയാണ്. യഹോവ എന്നെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ വാതിൽക്കലേക്ക്, വിശുദ്ധ മന്ദിരത്തിന്റെ പുറത്തെ വാതിൽക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. എന്നാൽ അത് അടച്ചിരുന്നു. കാരണം അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, അപ്പോൾ ദൈവശബ്ദം ഞാൻ കേട്ടു. യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നിരിക്കൊണ്ട് അത് അടച്ചിരിക്കണം. അടച്ചിരിക്കണം. ദൈവമഹത്വം കടന്നുപോയ കിഴക്കേ വാതിൽ, ആ വാതിൽ നമ്മൾ വചനം പഠിക്കുന്ന രാത്രിയിലും തകർന്നിട്ടില്ല. അടച്ചു പൊട്ടിക്കിടക്കുന്ന ആ വാതിൽ തുറക്കാൻ അവിടം അധീനപ്പെടുത്തി വെച്ച അറബികൾ പലയാവർത്തി ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒടുവിൽ അവർ യഹൂദ അറബിമാരോട് ചോദിച്ചു, ഞങ്ങൾക്കിത് മാത്രം തുറക്കാനാവാതെ പോയത് എന്ത്? കാരണം അവർ പറയും, അടച്ചവനെ അത് തുറക്കാൻ സാധിക്കൂ. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദിവസം അത് തുറക്കും എന്ന്. ആരുമടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടക്കുന്നവൻ ഒരു ദിവസം അവിടെ എത്തും. അവൻ്റെ മുമ്പാകെ മാത്രമേ ഈ വാതിൽ മലർക്ക തുറക്കൂ. അതുകൊണ്ട് 8ാമത്തെ വാതിൽ വളരെ സുപ്രധാനം. മനസ്സിലാവുന്നോ? വീണ്ടും, ഒരാലയത്തിൻ്റെ മഹിമ എന്താണ്? ഒരാലയത്തെ ആലയമാക്കുന്ന ഘടകം എന്താ? ആരൊക്കെ അത് പണി കഴിപ്പിച്ചത്? ഏത് ബിഷപ്പ് വന്നാ വെഞ്ചരിച്ചത്? ഏതൊക്കെ കുടുംബങ്ങളാ കമ്മിറ്റി അംഗങ്ങൾ? എത്ര അംഗസംഖ്യ അവിടെ ഉണ്ട്? ഇതൊന്നുമല്ല ഘടകം. അതിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണ് ആലയത്തിൻ്റെ വില. ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നില്ലെങ്കിൽ ആലയം ആലയമല്ല, അതൊരു ഗോഡൗൺ പോലെയുള്ളൂ. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആലയം ആലയമല്ല, അത് ഗോഡൗണാണ്. സിമെൻ്റൊക്കെ ഇടാം. അങ്ങനെ ജീവനുള്ള ഗോഡൗണും ഉണ്ട് നമ്മുടെ ഇടയിൽ, അല്ലേ? സഞ്ചരിക്കുന്ന ഗോഡൗണുകൾ പോട്ടെ. അപ്പോൾ ഏതായാലും ആലയത്തിൻ്റെ വില ദൈവ തേജസ്സാണെങ്കിൽ, ഇസ്രയേലിൻ്റെ നാഥനായ യേശു അവിടേക്ക് ചൊല്ലുമ്പോൾ അവർ കല്ലെടുത്തു, നായകനെ വേണ്ട. ഒരുതരം പരീക്ഷ ജീവിതമാവർ. രാവിലെക്കുവോളം അവർ പ്രാർത്ഥിക്കും, ന്യായപ്രമാണ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ മിന്നൽ പിണർക്കണക്കെ വചനത്തിൻ്റെ ചില ചിന്തകൾ അവരെ കടന്നു പിടിക്കും. അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലാകും, ഞങ്ങൾ വായിക്കുന്ന വാക്യത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നൊരു ദൈവമുണ്ട്, ഒരത്ഭുതം. അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണ് തുറക്കണം. ഞാൻ തുറക്കണം എന്ന് പ്രാർത്ഥിച്ച് നേരം വെളുക്കുമ്പോൾ ദാ വരുന്നു യേശു അവരുടെ മുമ്പിൽ കൂടി. യേശുവിനെ കാണുമ്പോൾ ഇന്നലെ പ്രാർത്ഥിച്ചവൻ വിളിക്കുക, ശാസ്ത്രമറിയാത്തവൻ ദാ വരുന്നു, വിവരദോഷി ദാ വരുന്നുണ്ട്, തച്ചൻ്റെ മകൻ ദാ വരുന്നുണ്ട്. ഇന്നലത്തെ പ്രാർത്ഥന കൊണ്ട് എന്താ ഗുണം? വല്ല നേട്ടമുണ്ടോ?
ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണണമെന്ന് പ്രാർത്ഥിച്ചവന്റെ മുമ്പിൽ കൂടി അത്ഭുതമായവൻ കടന്നുപോയപ്പോൾ അവർ വിളിക്കാത്ത അച്ഛൻ്റെ മകൻ ഒടുക്കെന്താ എറിയാൻ കല്ലെടുത്തപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എറിഞ്ഞൊന്നും വിഷമിക്കണമെന്നില്ല, ഞാൻ പൊക്കോളാം. കാരണം എറിഞ്ഞല്ലല്ലോ ഞാൻ ചാകേണ്ടത്, എന്നെക്കുറിച്ച് തിരുവെഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ മരിക്കണമെന്ന്. ദൈവത്തിൻ്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും അങ്ങനെ മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പൊ അതാണ് സത്യം. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് അവിടം വിട്ടു പിരിയുന്നു. അവരോട് പറയുക, ഞാൻ പോവാ. യേശുവില്ലെങ്കിൽ എന്താണ് യെരൂശലേമിൻ്റെ പ്രസക്തി? ഞാൻ ആരോടോ ഇവിടെ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുക. ഈ നിത്യത അല്ലെ സ്വർഗത്തിലും നമ്മൾ പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് അംഗത്തെരുവീതിയുള്ളതോ അതിലെ ജീവവൃക്ഷം കിട്ടുന്നുണ്ടോ, 12 വിധ രത്നമുള്ളതുകൊണ്ടോ, ഒത്തിരി കിരീടം കിട്ടുന്നുണ്ടോ? കിരീടം ഒത്തിരി കിട്ടാതിരിക്കുക നല്ലത്. ഞാനിതൊന്നും അല്ല ആഗ്രഹിച്ചു പോകുന്നു. ഇപ്പോൾ അത് അംഗത്തെരുവീതിയല്ല, വേറൊരു വീതിയാന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. എന്തേലും ആട്ടെ, നമ്മൾ നിത്യതയിൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം യേശു അവിടെ ഉണ്ട്, അതായിരിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവുണ്ട്, അതാണെന്താ തിരുവചനം പറയുന്നത്, സ്വർഗത്തിലും നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സന്തോഷം നീയാണ് കർത്താവേ. യുവർ പ്രസൻസ് ഇറ്റ് ഈസ് പ്രേഷ്യസ് ടു മീ. നിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് വിലപിടിപ്പുള്ളത്. ആ ക്രിസ്തു സാന്നിധ്യം കൂടാതെ ഒരാളെങ്കിലും ഇന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം, നിൻ്റെ കൃപ വേണം, നിൻ്റെ വല്ലഭത്വം വേണം. നീ ആയിരിക്കണം എൻ്റെ നായകൻ. എൻ്റെ ചിന്താമണ്ഡലങ്ങളെ നീ ആയിരിക്കണം നിയന്ത്രിക്കേണ്ടത്. നീ എന്നോട് കൂടെ ഇരിക്കണം. നിൻ്റെ കൃപ എൻ്റെ മീതെ വ്യാപരിക്കണം. നമുക്കതുകൊണ്ട് ഈ ദൈവ സാന്നിധ്യം നമ്മെ അനുഗമിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ യേശു പറഞ്ഞു, പോവാം. പോകും വഴിക്ക് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് പോകണ്ട, നമുക്ക് ഈ പള്ളി ഏതായാലും ഒന്ന് നടന്ന് കാണാം, പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടേക്കാം. യേശു കണ്ടു. മനോഹരമായ ദേവാലയം കണ്ടിട്ട് ശിഷ്യഗണങ്ങൾ യേശുവിനോട് പറഞ്ഞു, ഗുരു എന്തൊരു ഭംഗിയാണിത്. ചുമ്മാ പറഞ്ഞല്ല, മാർബിൾ കല്ലുകളിൽ തീർത്ത ഒരു കവിതയായിരുന്നു യെരൂശലേം ദേവാലയം എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. വളരെ മനോഹരമായ ആ നിർമ്മിതിയിലേക്ക് സൂര്യകിരണങ്ങൾ വന്നു പഠിക്കുമ്പോൾ അതിൽ ഉത്സർജിക്കുന്ന ആ ധവളപ്രകാശം അന്തരീക്ഷത്തെ മുഴുവൻ പ്രശോഭിതമാക്കും. അതിൻ്റെ പ്രാകാരത്തിലും അതിൻ്റെ അകത്തേക്കുമൊക്കെ നോക്കിയാൽ കാണുന്നത് മുത്തുകൾ കൊണ്ട് അലങ്കരിച്ച മനോഹാരിത, ഗോമേതക കല്ലുകൾ, പത്മരാഗരത്നങ്ങൾ, കോഹിനൂർ രത്നങ്ങളെക്കാൾ വിലമതിക്കുന്ന രത്നങ്ങളൊക്കെ പതിച്ചു മുത്തുകളാൽ വഴിപാടുകളാൽ അലങ്കരിക്കപ്പെട്ട മനോഹര സ്ഥാപനം. ഹല്ലേലൂയ. ഇതാ ഉള്ളത്. അവിടുന്ന് യേശു മുകളിലേക്ക് ചെന്നു. അപ്പോൾ യേശു അവിടെ വച്ചേ പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്ന ഒരു കാലം വരും. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് അത്ര കണ്ടത് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. കാരണം ചിലക്ക് ഈ പള്ളി വിട്ടാലും ഈ പള്ളിയിലെ ചില ശബ്ദം കേട്ടാൽ വേറെ ഒരു ഉണർവുണ്ടാകുമല്ലോ. കഴന്നെടുപ്പും പറക്കെഴുന്നള്ളിപ്പും കൊട്ടും യേശുദാസിൻ്റെ പാട്ടുമൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ടൊരു ഉണർവൊക്കെ. അതുകൊണ്ട് ചിലർ ഇപ്പോഴും പറയലേ ഉണ്ട്, അതാ ഞങ്ങളുടെ ഇടവക, അങ്ങനെ പറയുന്നവർ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു മാറ്റം ഇന്ന് വരുത്തിക്കണം. കാരണം 4-ാം സുവിശേഷം എഴുതുന്ന യോഹന്നാൻ ഇടയ്ക്കിടയ്ക്ക് പറയാ, അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പറഞ്ഞ പുള്ളിയാരാ? യഹൂദൻ. അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങളുടെ ഒരു പെരുന്നാളെന്ന് പറഞ്ഞാൽ പോരെ. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ സംഗതി വരുമായിരുന്നു. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തെക്കാൾ വിലമതിക്കാനാവാത്ത ഒരുവനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ച നാൾ മുതൽ മനുഷ്യന്റെ കൈപ്പണിയായ മന്ദിരങ്ങളല്ല എൻ്റെ പ്രശംസ, നീയാണ് എൻ്റെ പ്രശംസ. ഒരു വഴി കൂടി കടന്നുകൊണ്ട് പൗലോസിനെ വിളിച്ചു പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ സംഗതി വരരുത്. നമുക്ക് ക്രൂശിൽ പ്രശംസിക്കണം, യേശുവിൽ പ്രശംസിക്കണം, അവൻ്റെ വചനത്തിൽ പ്രശംസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരും യേശുവും തമ്മിൽ
പിന്നെ കാര്യമായൊരു മിണ്ടാട്ടമില്ല. എൻ്റെ വീക്ഷണത്തിലൊരു 20 മിനിറ്റ് അവർ തങ്ങളിൽ പിന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ഇവിടെ എഴുതിയിട്ടില്ലെന്ന് പറയാൻ കാരണം, ഇനി 20 മിനിറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? ഇത് കഴിഞ്ഞ് ഇവരങ്ങ് ഒലിവമലയുടെ മീതെ ചെല്ലുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, അത് എപ്പോൾ സംഭവിക്കുമെന്ന്. ഏത്? നമ്മൾ മുമ്പേ പറഞ്ഞ് പേടിയിട്ടോ? അത് ചിലർ സംഭാഷണം പോലെ, ചിലർ ഈ ഫോൺ വിളിച്ചാൽ ആരാ എന്നാന്നും പറയില്ല. അതായത് അങ്ങനെ അങ്ങ് തുടങ്ങാം. ഏതായതാന്നൊന്നുമില്ല, ആരോടാന്നുമില്ല, ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞ് വേണ്ടേ തുടങ്ങാൻ. ഫോൺ വിളിച്ചിട്ട് പറയാ, അളിയോ ഗ്രേസിക്ക് ബെർത്ത് കിട്ടിയില്ല അളിയാന്ന്. ആർക്കാന്ന് പോലും ഇല്ല, ഈ ഫോൺ എടുത്ത ആളാരാന്ന് പോലും ഇല്ല, ഗ്രേസി ആരാന്നറിയാത്ത പുള്ളിയോടാ വിളിക്കുന്നത് എന്നതുപോലെ അറ്റവും മുറിയില്ല. അതിമാർ പറയുക, അത് എപ്പോൾ സംഭവിക്കും? ഏതാ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം. ഇവർക്കൊരു വിഷമം, ഈ പള്ളി പൊളിയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്ര മനോഹരമായൊരു ഭംഗിയുള്ള ആലയം എന്തിനാ പൊളിക്കുന്നത്? കർത്താവ് വരുന്നേ വന്നാൽ പോരെ, അതിന് ഈ പള്ളി പൊളിച്ചിട്ട് വരേണ്ട കാര്യമുണ്ടോ? എന്താ കർത്താവ് ഇത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചോദിക്കാനൊരു പേടി. അതിൻ്റെ കാരണം ശിഷ്യന്മാർക്ക് യേശുവിനെ ഭയങ്കര ഭയമാണ്. നമ്മൾ ഈ കാണുന്ന പോലെ മശീഹാ ചരിത്രത്തിലും ജീസസിലും കണ്ട ആ താടിക്കാരനല്ല ബൈബിളിലെ ക്രിസ്തു. അല്പം പാളിയാ വിളിക്കും, സാത്താനെ എന്നെ വിട്ടു പോ. പേടിച്ച് വിറച്ചാൽ നിൽക്കുന്ന യേശുവിൻ്റെ അടുത്ത്. കാരണം അവിടെ കോംപ്രമൈസ് ഇല്ല. ഒരു ദിവസം യേശു പറയാ, നിങ്ങൾക്കും പോകാൻ മനസ്സിലായിരുന്നു കുഞ്ഞുങ്ങൾ, പോ. അവസാനത്തെ ആളും പോയി ഈ ഷട്ടർ പൂട്ടിയിട്ടാലും എൻ്റെ പ്രവൃത്തി ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത്ര കാർക്കശ്യ ബുദ്ധിയുള്ള യേശുവിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കുക നിസാര സംഭവമല്ല. അങ്ങനെ കർത്താവിൻ്റെ അടുത്ത് പറയാനൊരു മടി. ഏതായാലും യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും യുഗാവസാനത്തിനും. ശരിക്കും ലോകാവസാനമല്ല, അയോണാസ്, അതാ ഗ്രീക്ക് വേർഡ്. ഇയേഴ്സ് അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളമെന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണം. ഇപ്പോൾ യേശു അടുത്തായിട്ട് തുടങ്ങുന്ന തന്നെ അതിൻ്റെ മറുപടി കേട്ടു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഇങ്ങനെ തുടങ്ങുന്നത് കാരണം ഏറെ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് യേശുവിൻ്റെ വരവ്. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിച്ച് തെറ്റിപ്പോയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ ലോകത്ത്. നമ്മുടെ നാട്ടിൽ മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മഹാൻ എന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും, അത്ര വലിയൊരു മനുഷ്യൻ. പാലക്കാട് സ്വദേശിയായ ഒരു തമിഴ് ബ്രാഹ്മണൻ. അവർ കുടുംബമായി യേശുവിനെ സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ആ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ സംസ്കൃതം പഠിക്കാൻ ആരംഭിച്ചു. ഒരു 12 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും ആൾ സംസ്കൃതത്തിൽ അതിവിദഗ്ധനായതുകൊണ്ട് പിന്നെ പഠിക്കണ്ട, പഠിപ്പിച്ചോളാൻ പറഞ്ഞു. 12 വയസ്സുള്ള പയ്യൻ കുഞ്ഞു മുണ്ടുമൊക്കെ ധരിച്ച് ക്ലാസ് എടുക്കാൻ ചെല്ലുന്ന കണ്ട് നേരിട്ട് എങ്ങനെ വിളിക്കണമെന്ന് ആൾക്കാർക്കറിയില്ല. അതുകൊണ്ട് വിളിച്ചു, വിദ്വാൻ കുട്ടി എന്ന് വിളിച്ചു. വിദ്വാൻ കുട്ടി. ഈ വിദ്വാൻ കുട്ടി ഉജ്ജ്വലമായ സാഹിത്യ വാസനയുള്ള ഒരു മനുഷ്യനായിരുന്നു. പിൽക്കാലത്ത് ബൈബിളിൽ അവഗാഹമായ പാണ്ഡിത്യം, സംസ്കൃത ഭാഷയിൽ വലിയ അറിവ്. കൊട്ടാരക്കരയിൽ അദ്ദേഹം പൊതുനിരത്തിൽ നിന്ന് പ്രസംഗിക്കുക, റോഡ് സൈഡിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ കോടതി നടപടികൾ സ്തംഭിച്ചു. ആൾക്കൂട്ടം കാരണം കോടതിയിലേക്ക് ആൾക്കാർ വരാനും പോകാനും പറ്റുന്നില്ല. കച്ചേരി ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു പോലീസിൻ്റെ കയ്യിൽ. അന്നത്തെ പോലീസാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ആ മനുഷ്യനോട് അവിടെ ഒന്ന് പാടല്ലേ പൊക്കോളാൻ പറയാം, പ്രസംഗിക്കരുത്, പോകാൻ പറഞ്ഞു. പ്രസംഗിക്കരുതെന്ന കുറിപ്പ് കിട്ടിയിട്ട് പറഞ്ഞു, സാർ ഇതിൽ എഴുതിയിട്ട് പ്രസംഗിക്കരുതെന്നാണ്. ഞാൻ പാടുന്നതിന് തടസ്സമില്ലല്ലോ. പെട്ടികയിലെടുത്ത് പാട്ടങ്ങ് തുടങ്ങി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ധാപിച്ചു. അത്തരം കഴിവുള്ള ആളായിരുന്നു യുസ്തൂസ്. യുസ്തൂസിൻ്റെ സഭയിൽ ഒരു വ്യാജപ്രവാചകൻ പ്രവചിച്ചു, ഇന്നേക്ക് 5.5 കൊല്ലം കഴിഞ്ഞ് യേശു വരും. ആ പ്രവചനം അദ്ദേഹത്തെ തെറ്റിച്ചു. യേശു വന്നില്ല. അന്ന് എഴുതുന്ന പാട്ടാണ്, കാന്ത താമസം എന്തഹോ വരുവാൻ യേശു, കാന്ത താമസം എന്തഹോ.
12 മണി രാത്രിക്ക് കാത്തിരുന്നിട്ട് വരാത്ത യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പാടുകയാണ്, ദുഃഖം നീ കാണുന്നില്ലയോ, എൻ്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ. ഇങ്ങനെയൊന്നും പാടിയ യേശു വരികയില്ല. കാരണം ദൈവ പദ്ധതിയിൽപ്പെട്ട കാര്യമാണത്. അവരൊരു പ്രത്യേക മതമായി മാറി. അവരെ 5:30 വേദക്കാർ എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങി. അത് വേറൊരു ചരിത്രം, അത് പോട്ടെ. ചുരുക്കത്തിൽ ആ 4 നാഴികയും ആ ഘട്ടത്തെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് ആരും തെറ്റിക്കരുത്, എൻ്റെ പേർ പറഞ്ഞ് അനേകർ നിങ്ങളുടെ അരികിൽ വരും. ഇന്നും അങ്ങനെ വരുന്നുണ്ട്. അതിൽ വലിയൊരു സന്തോഷമുണ്ട് വചനത്തിൻ്റെ നിവൃത്തി. നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സോക്രട്ടീസാണ് ഞാനെന്ന് പറഞ്ഞൊരാൾ നമ്മളെ കണ്ടിട്ടുണ്ടോ? ഗാന്ധിജിയാണെന്നോ? ഒന്നും പറയാറില്ല. എല്ലാവരും വരുന്നവരെന്ന് പറയുന്നത് യേശുവാണ്. ഏത് കള്ളനും പറയാം യേശുവാന്ന്. കാരണം അവനും അറിയാം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു പേരാണ് യേശുവിൻ്റെ പേര്. യേശു കൃത്യം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. ആ കാലത്തെക്കുറിച്ച് പറയാണ്. എന്നിട്ട് ഈ എന്താ പറയുക, ദേവാലയം പൊളിയുന്നതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവചനം നടത്തുകയാണ് യേശു. വായിച്ചോളൂ, 24 1 മുതൽ വായിക്കാം. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തു എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഈറ്റുനോവിന്റെ ആരംഭ ലക്ഷണങ്ങൾ യേശു തന്റെ വരവോട് ബന്ധപ്പെടുത്തി സംസാരിക്കുകയും ഒടുവിൽ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചു. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ യെരൂശലേമിന്റെ ശൂന്യകാലം അടുത്തു എന്ന് നിങ്ങൾ അറിയണം. യേശു ഇത് പ്രവചിച്ച് AD 30 ഒരു ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു പിൻവാങ്ങി ഈ സ്വർഗത്തിലേക്ക് പോയി. ഞാനിന്ന് ക്ലാസ് എടുക്കുന്ന രാത്രി വരെ യേശു തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ പറഞ്ഞത് യേശുവെങ്കിൽ ഒരു ദിവസം യെരൂശലേമിൽ അവൻ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടതാണ് നമുക്കിതൊന്ന് പഠിച്ചു പോയെങ്കിലേ ബാക്കിയുള്ള അധ്യായങ്ങളുടെ പഠനം എളുപ്പമാകും. ചിലർക്ക് വേദപുസ്തക ചിന്തകളുടെ ബേസിക്കായ കുറേ കാര്യങ്ങൾ കിട്ടാത്തവരുണ്ട്. അതുകൊണ്ട് ഇത് ഒന്ന് ചേർന്ന് പോകാൻ ഇങ്ങനൊരു വ്യതിചലനം ആവശ്യമായി വരുന്നു. കേൾക്കണം. യേശു കർത്താവ് ഇത് പറഞ്ഞിട്ട് കാലമൊരു 40 കൊല്ലം കൂടി മുമ്പോട്ട് പോയി. കൃത്യം പറഞ്ഞാൽ AD 70 റോം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ സർവ്വ സൈന്യാധിപൻ യെരൂശലേമിലേക്ക് വന്നു. അയാളുടെ പേര് ടൈറ്റസ് കൈസർ. ടൈറ്റസ് കൈസർ യെരൂശലേമിലേക്ക് വന്നു. അദ്ദേഹം യേശു ഇരുന്ന അതേ ഇടത്തേക്ക് യെരൂശലേമിലെ പ്രസിദ്ധമായ ഒലിവുമലയുടെ മുകളിലേക്ക് വന്നു. എന്തിനാണ് ടൈറ്റസ് കൈസർ വന്നത്? ഈ ടൈറ്റസ് കൈസർ പിൽക്കാലത്ത് റോമിലെ ചക്രവർത്തിയായി. അന്ന് സർവ്വസൈന്യാധിപനെ ആയിട്ടുള്ളൂ. അയാൾ ഈ 8 വാതിലുകളുമുള്ള യെരൂശലേമിൻ്റെ കോട്ട വളഞ്ഞു. കോട്ട വളഞ്ഞിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത് ഇടിച്ചിരമ്പി അകത്ത് കിടന്ന് ദേവാലയം കൊള്ളയടിക്കണം. വിലമതിക്കാനാവാത്ത സ്വർണ്ണ നിക്ഷേപങ്ങൾ ഇതിനകത്തുണ്ട്, വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്, അപഹരിക്കണം. ഇതാണ് ലക്ഷ്യം. നെബൂഖദ്നേസർ നശിപ്പിച്ചതും നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. സെരുബാബേൽ പുനർനിർമ്മിച്ചതും
നെഹെമ്യാവിൻ്റെ കാലത്ത് ചുറ്റുമതിൽ പണി കഴിപ്പിച്ച ഈ മനോഹര ദേവാലയം ഹെരോദാവ് പുതുക്കിപ്പെടുന്നു. അത് തൻ്റെ അധീനതയിലാക്കണം. പട്ടാളത്തെ വിന്യസിച്ചു, യുദ്ധ സജ്ജീകരണങ്ങളൊക്കെ ക്രമപ്പെടുത്തി. പക്ഷെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, സൈന്യങ്ങൾ യെരുസലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോഴേ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് നിങ്ങൾ ഓർക്കണം. ഇതിനു മുമ്പേ നമ്മുടെ പൗലോസും പത്രോസും ഒക്കെ മരിച്ചുപോയി. AD 70 പൗലോസിൻ്റെ മരണം. 60, 61, 62 ദൈവസഭയിലെ അഗ്രഗണ്യന്മാർ പലരും അവിടുന്ന് ചിതറി ഈ നാടിൻ്റെ പല ഭാഗത്തേക്ക് ദൈവം അവരെ അയച്ചു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇദ്ദേഹം താഴേക്ക് നോക്കിയപ്പോൾ മനോഹര ദേവാലയം. പൊളിക്കാൻ വന്ന അദ്ദേഹത്തിന് തോന്നി, പൊളിക്കണ്ട, അതിങ്ങി പിടിച്ചെടുത്താൽ മതി. പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവർ പൂജിക്കുന്ന ജാതീയ ദേവനായ അഫ്രോഡിറ്റസിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി വെക്കണം. ജാതീയ ദേവതയായ വിവിധതരം റോമൻ പാഗൻ മതത്തിലെ ദേവതകളെയും ദേവന്മാരെയും പ്രതിഷ്ഠിക്കണം. യഹോവയെ ആരാധിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആരാധിച്ചോട്ടെ. എല്ലാവർക്കും യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു പുൽപ്പിറ്റ്. നല്ല ഐഡിയ ആണെങ്കിലും ദൈവമേറെ വെറുക്കുന്ന പാപം. തന്നോടാരെയും തുലനം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവന് തുല്യനായി അവൻ മാത്രം. ഹല്ലേലൂയ. അവനോട് ആരോടും ഓമിക്കാൻ സാധിക്കില്ല. ഏറെ വെറുക്കുന്നു അത്. അതുകൊണ്ട് ഞാൻ സാധാരണ യോഗങ്ങളിൽ പറയുന്ന കാര്യം, നമുക്ക് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളോ ഇതര മതസ്ഥരോടോ ഒന്നും അനാദരവിൻ്റെ ആവശ്യമില്ല, ബഹുമാനിക്കുകയും വേണം. വിശേഷിച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ ആരെയും ആദരിക്കും, പക്ഷെ ആരാധിക്കില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം, ഒരുവൻ മാത്രം, ഒരുവൻ മാത്രം, ദൈവം ഒരുവൻ. അവൻ്റെ മുമ്പിലേ മുഴങ്കാൽ മടങ്ങാവൂ, അവനോടെ പ്രാർത്ഥിക്കാവൂ. ആ അദൃശ്യ ദൈവത്തെ വിശ്വാസത്താൽ കണ്ട് ജഗജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ദെൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതാണെങ്കിലും ഇവിടെ എല്ലാം പിടിച്ചെടുക്കണം. ഈ ഇംഗിതം അറിഞ്ഞ തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ആലയം ഈ രൂപത്തിലാക്കണ്ട, അതുകൊണ്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഞാനിതിനെ തകർക്കും. കാരണം മനസ്സിലായോ? ദൈവാലയത്തിൽ സത്യസന്ധമായി നടക്കേണ്ട ഒരു ആരാധനയുണ്ട്. ദൈവാലയത്തെ വേർതിരിക്കുന്ന ഘടകം അവിടെ ഉയർന്നു നിൽക്കുന്ന ഏക സത്യ ദൈവ വിശ്വാസമാണ്. ആ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 6:4 ഒരു യഹൂദനെ യഹൂദനാക്കുന്ന, ദേവാലയത്തെ പ്രസക്തമാക്കുന്ന ഒരു ഘടകം അവിടെ കിടക്കുന്നു. ആ വാക്യമാണ് ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. വായിക്കാം. ആവർത്തനം 6:4. ഇസ്രായേലേ കേൾക്ക, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ നമ്മുടെ ദൈവമാകുന്നു. പിന്നെ യഹോവ ഏകൻ തന്നെ. അത് മതി. യഹോവ ഏകൻ തന്നെ. ഈ വാക്യത്തിനൊരു പേര് പറയും, ക്ഷേമ. എങ്ങനെയാ? SHEMA, ക്ഷേമ. ക്ഷേമ അർത്ഥം ഹീറോ ഇസ്രയേൽ. ക്ഷേമ ഇസ്രയേൽ, കേൾക്കുക ഇസ്രയേലേ. അത് ജൂതൻ പറയുന്ന അവൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഹീബ്രുവിൽ പറയാം. എഴുതുന്നവരെഴുതിക്കോ. 1ാമത്തെ ലൈനിൽ എഴുതണം, ക്ഷേമ ഇസ്രയേൽ. വളരെ എളുപ്പമാണ്. ക്ഷേമ ഇസ്രയേൽ എന്നുള്ളത് എളുപ്പമല്ലേ? പഠിച്ചു കഴിഞ്ഞു അത്. അടുത്ത ലൈനിൽ എഴുതിക്കോ, ക്ഷേമ ഇസ്രയേൽ യാഹുവേ എലോഹിനു. യാഹുവേ എലോഹിനു. എഴുതിയ 2ാം ലൈൻ, യാഹുവേ എലോഹിനു. ആൻഡ് ദ 3rd ലൈൻ, യാഹുവേ എഖാദ്. യാഹുവേ എഖാദ്. എഖാദിൻ്റെ സ്പെല്ലിംഗ് ECHAD ഉച്ചരിക്കുമ്പോൾ എഖാദ്. എഖാദെന്നോ എക്കാതെന്നോ അല്ലാതെ ഇടയ്ക്ക് വരുന്നൊരു ശബ്ദം എഹാദ്. ഓക്കെ. ക്ഷേമ ഇസ്രയേൽ യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്. എഴുതിയോ? 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതിക്കാൻ കാരണം പഠിക്കാൻ എളുപ്പത്തിന് ഒറ്റയടിക്കങ്ങ് പറഞ്ഞാൽ മതി. ക്ഷേമ ഇസ്രയേൽ യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്. കേട്ടല്ലോ?
എൻ്റെ അർത്ഥം എന്താ? അറിയുക ഇസ്രയേലേ, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. യഹോവ എലോഹി എന്ന് വെച്ചാൽ ദൈവം, എലോഹിനു അർത്ഥം നമ്മുടെ ദൈവം, യാഹുവേ എഖാദ്, എഖാദ് എന്ന് പറഞ്ഞാൽ യഹോവ ഏകൻ. ഇപ്പം മനസ്സിലായോ? ഇല്ല. യഹോവ ഏകനാണെന്നുകൊണ്ട് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ വിശ്വാസി പറഞ്ഞത്? അറിയുക ഇസ്രായേലേ, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇത് പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യമുണ്ട്. ഏകൻ എന്നിവിടെ പറയുന്നത് അബ്സല്യൂട്ട് സിംഗുലാരിറ്റി അല്ല, ഇറ്റ്സ് എ കോമ്പൗണ്ട് പ്ലൂറാലിറ്റി. മനസ്സിലായോ? എല്ലാം പിടികിട്ടിയോ? ദിസ് ഈസ് നോട്ട് അബ്സല്യൂട്ട് സിംഗുലാരിറ്റി. For the absolute singularity, they are using yakid instead of echad. If it is absolute singularity, they are using yakid, which means ഒന്ന്. ഇത് വെറും ഒന്നല്ല, ഒന്നിലധികമുള്ള ഒന്ന്. എന്താ മനസ്സിലായി? ഒരു കൂട്ടം, ഒരു പറ്റം, ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം. മനസ്സിലായോ? പിടികിട്ടിയോ? ഒന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വെറും ഒന്നല്ല. അതിന് നല്ലൊരു ഉദാഹരണം പറയാം, ഇതുപയോഗിച്ച നല്ലൊരു സ്ഥലം. ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇരുവരും രണ്ടാളുകൾ ചേർന്നിട്ട് ഒരു എക്കാതായിത്തീരും. രണ്ടുപേർ ചേരുന്ന ഒന്ന്, ഒന്നിലധികമുള്ള ഒന്ന്. മനസ്സിലായി പറഞ്ഞേ? ഒരു ക്ലാസ്, ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം എന്ന് പറയുന്ന പോലെയാണ് എക്കാദ്. ദൈവം എക്കാദാകുന്നു എന്ന് പറഞ്ഞാൽ അവനിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ത്രികാലങ്ങളെ തിരുക്കരത്തിൽ വഹിച്ച ത്രിയേക ദൈവമാണ്. അറിയുക ഇസ്രായേലേ, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. പക്ഷെ ഇന്നിപ്പോൾ യഹൂദൻ ഇങ്ങനെ പറയില്ല, ഇന്നും പറയില്ല, അന്നും പറയില്ല. പകരം അത് പറയാത്ത അവൻ്റെ കുഴപ്പമില്ല. അവൻ ജീവിതത്തിലൊരിക്കലും ഈ ദൈവത്തെ യാഹ്വേ എന്ന് വിളിക്കില്ല. വിളിക്കുകയല്ല, പേടിയാ. ഭയം നിമിത്തം അവൻ വീര്യം കുറഞ്ഞൊരു പദം സൃഷ്ടിച്ചിട്ടുണ്ട് വിളിക്കാൻ. ആ പദം അഡോണായി എന്നാണ്. അർത്ഥം കർത്താവ്. അദോൺ മാസ്റ്റർ, അദോണായി മൈ മാസ്റ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ യാഹ്വേന്ന് ഇപ്പോഴും അവർ വിളിക്കില്ല. നമ്മൾ കൈയടിച്ച് ചാടി യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം എന്നൊക്കെ പാടുമ്പോൾ അവന് ഭയങ്കര അത്ഭുതമാണ്. അയ്യോ, നിങ്ങൾ ദൈവത്തിൻ്റെ നാമം ഇങ്ങനങ്ങ് പറയുകയാണെന്നോ അവൽക്കൂടി. അവരതിന് പകരം പറയും യാഹ്വേ എന്ന് കാണുന്നിടത്തൊക്കെ പറയും അഡോണായ്. അഡോണായ് എൻ്റെ ഇടയനാകുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ, എന്നാൽ യഹൂദൻ ആ സ്ഥാനത്ത് എങ്ങനെ പറയുന്നേ? അഡോണായ്. നമ്മളെങ്ങനെ വിളിക്കും? യാഹ്വേ. ഓക്കെ. പക്ഷെ എഴുതുമ്പോൾ അവൻ ഒരിക്കലും അഡോണായി എന്ന് എഴുതില്ല, യാഹ്വേ എന്നേ എഴുതൂ. എന്തേ കാര്യം? തലമുറ അറിഞ്ഞിരിക്കണം ആരാണിത്. കാരണം ഈ കർത്താവ് എന്നുള്ള വിളി, അഡോണായി എന്നുള്ള വിളി മനുഷ്യർ തമ്മിലും വിളിക്കാറുണ്ട്. ഇളയയാൾ മുതിർന്ന ആളിനെ, ഓക്കെ. യജമാനനെ ദാസനെ വിളിക്കാം അഡോണായി, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം അഡോണായി. സാറ അങ്ങനെ വിളിച്ചു എന്നാണ്. ഓക്കെ. ഇന്ന് പോലെ ആരും അങ്ങനെ വിളിച്ചു തുടങ്ങണ്ട. ഇപ്പം വിളിക്കുന്നു അല്ലെങ്കിൽ തുടർന്നാൽ മതി. ഇനിയിപ്പോൾ കൃപ കയറിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ അഡോണായി. അപ്പോൾ നമ്മളൊന്ന് പഠിച്ച് എന്തെന്നാണ്? ക്ഷേമ. ക്ഷേമ ഇസ്രയേൽ യാഹ്വേ അഡോണായി, യാഹ്വേ എലോഹിനോ, യാഹ്വേ എഖാദ്. അവർ പറയുന്നല്ലോ പറഞ്ഞാൽ ക്ഷേമ ഇസ്രയേൽ അദോനായ് എലോഹിനു അദോനായ് എഖാദ്. ഇങ്ങനെയാണ് ഉച്ചാരണം. പോട്ടെ. ഇപ്പോൾ ഈ പ്രഖ്യാപനം പറയുന്ന ആലയത്തിൽ അറ്റ്ലസ് ദേവനെ, അഫ്രോഡിറ്റസ് ദേവതയെ, വീനസിനെ, ഇവയെ പ്രതിഷ്ഠിക്കാൻ ഇവൻ പദ്ധതിയിട്ടു. അതുകൊണ്ട് ദേവാലയം പൊളിക്കാൻ യേശു മുന്നമേ പദ്ധതിയിട്ടു.
ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഏത് ദുരാലോചനയും പൊളിക്കാൻ അവന് മുൻകൂട്ടി ഒരു പദ്ധതിയുണ്ട്. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഭയപ്പെടേണ്ടതില്ല. കാരണം മുന്നമേ പദ്ധതിയുള്ളവനെയാണ് നാം വിളിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരേ, അടുത്ത ചിന്തയിലേക്ക് വരാം. ഇതിനു ചുറ്റും ആളുകൾ കൂടി. ഏതാനും നാളുകളുടെ ഉപരോധം കഴിഞ്ഞപ്പോൾ അകത്തെ ഭക്ഷണം തീർന്നു. അകത്ത് നിന്നവനൊക്കെ വിഷമിച്ചു. അതുകൊണ്ട് ആ തക്കം നോക്കി ഇരമ്പിപ്പാഞ്ഞ് 8 വാതിലുകളിൽ 7 വാതിലുകളിലൂടെയും ആളുകൾ അകത്ത് കടന്നു. അകത്ത് കടന്ന് ചെറുത്തു നിന്നവനെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടി രക്തപ്പുഴ ഒഴുക്കി റോമൻ പടയാളികൾ പിടിച്ചെടുക്കാൻ കുതിച്ചകത്തോട്ട് കടക്കുമ്പോൾ ദേവാലയത്തിനകത്തും കടന്നു. ദേവാലയത്തിലെ നിലവറകൾ തപ്പി അവർ ഓടി. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇരിക്കുന്ന ഇടം തേടി. അങ്ങനെ ഭൂകമ്പടി കാണ്ടിൽ ഒരിക്കൽ മാത്രം പുരോഹിതൻ കിടക്കുന്ന അന്തർമന്ദിരത്തിനുള്ളിലേക്കും ഇരുമ്പ് പൂടിച്ചിട്ട് ചവിട്ടി ഞെരുക്കി റോമൻ പടയാളികൾ കടന്നുപോയി ആലയത്തെ മലിനമാക്കി. ഈ ഘട്ടത്തിൽ ഇരുട്ടു നിലവറകളിലേക്കുള്ള യാത്രാമധ്യേ വെളിച്ചം കിട്ടാൻ കരുതി വെച്ചൊരു പന്തം ജ്വലിപ്പിച്ച പടയാളിയുടെ കയ്യിൽ നിന്ന് പന്തം വഴുതി താഴെ വീണ് തീപിടിച്ച് ദേവാലയത്തിലെ തിരശീല കത്തി. ഒലിവെണ്ണ നിറച്ചു വച്ച ക്യാനുകളിൽ തീ പടർന്നു. തീ കത്തിക്കത്തി തീഗോളങ്ങൾ മുകളിലേക്ക് ഉയർന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ദേവാലയത്തിലെങ്ങും തീ. പരിഭ്രമം ബാധിച്ച പടയാളികൾ പല വഴിക്ക് ഓടി. ചില വീണു വെന്തു ചത്തു. ചില പോയ വഴിക്ക് മനുഷ്യ ശരീരത്തിലേക്ക് കുതിരകളെ പായിച്ചു കയറ്റി. അങ്ങനെയും ഇങ്ങനെയും എല്ലായിടത്തും അലമുറകൾ, മനുഷ്യന്റെ ആർത്തനാദം, ചുട്ടുകരിയുന്ന മാംസത്തിന്റെ വല്ലാത്ത ഗന്ധം, ഒഴുകുന്ന ചോരപ്പുഴ, എല്ലാം കൊണ്ടും അന്തരീക്ഷം മലിനമസമായപ്പോൾ എവിടെ നിന്നോ വീണ മഞ്ഞുവീഴ്ച. ആൾക്ക് പരസ്പരം ഓടിപ്പോകാൻ പോലും കഴിയാത്ത സ്ഥിതി വന്നു. ഇവിടേക്ക് 40 ആണ്ടുകൾക്ക് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞു, അന്നാളിൽ ഗർഭവതികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കുമൊക്കെ അയ്യോ കഷ്ടം. അന്ന് യെരൂശലേമിലുള്ള യഹൂദ്യയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളുടെ ഈ ഓടിപ്പോക്ക് ഒരു മഞ്ഞുകാലത്താകാതിരുന്നാൽ കൊള്ളാം, ശീതകാലത്താകാതിരുന്നാൽ കൊള്ളാം എന്ന് പ്രവചിച്ച യേശുവിന്റെ പ്രവചന ശബ്ദങ്ങളെ അക്ഷരാർത്ഥത്തിൽ അരക്കിട്ടുറപ്പിക്കും വിധം ഇവിടമിതാ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിന് സംജാതമായപ്പോൾ ഒന്നിന്ന് രാത്രി മനസ്സിലാക്കണം, നമ്മുടെ യേശു വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. അവനെന്ത് പ്രവചിച്ചുവോ അത് നടക്കാതിരുന്നിട്ടില്ല. അവൻ പറയുന്നത് എന്തോ അത് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും വാക്ക് പിൻവലിക്കാത്ത ആ മഹാഗുരുവിനെ അനുഗമിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ എത്ര ഭാഗ്യകരമായൊരു പ്രത്യാശ. അതുകൊണ്ട് അവൻ പറഞ്ഞതെന്തോ 40 ആണ്ട് കഴിഞ്ഞിട്ടും ആ വാക്കുകളുടെ വീര്യം കെട്ടില്ല, ആ വാക്കുകളുടെ ശക്തി ക്ഷയിച്ചില്ല. ആ വാക്കുകൾ അക്ഷരം പ്രതി നിറവേറി. തീ അണഞ്ഞു. ചുണ്ണാമ്പ് കല്ലുകൊണ്ട് കെട്ടിയ അതിൻ്റെ ഭിത്തിയൊക്കെ ചുട്ടുപഴുത്ത് തകർന്ന് പല വഴിക്ക് വീണു. തീയെല്ലാം അണഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, പ്രഭോ, വിലപിടിപ്പുള്ള സ്വർണ്ണക്കാട്ടി തീവെന്തുരുകി ഭൂമിക്കടിയിൽ കിനിഞ്ഞിറങ്ങി കിടപ്പുണ്ടാകും, അതെടുക്കണം. ആനകളെ കൊണ്ടുവന്ന് ഇരുമ്പ് കലപ്പകൾ വെച്ചൊഴുത് കല്ലുകൾ ഓരോന്ന് പിഴുതു മാറ്റിയപ്പോൾ യേശു പ്രവചിച്ച പ്രവചനത്തിന്റെ 2ാം ഭാഗം നിറവേറി. ദേവാലയം പൊളിയുമെന്നല്ല അവൻ പറഞ്ഞത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ മന്ദിരം തകരുന്ന ഒരു കാലം വരും. തകർന്നു. പഴയ മന്ദിരത്തിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഒരു ഭാഗം തകരാതിരിക്കുന്നു. അതാ നമ്മൾ കാണുന്ന വിലാപം. അതിൽ ഇടിച്ച് നിരത്തി ദൈവാലയം ഇരുന്ന സ്ഥലം മുഴുവൻ ഉഴുതുമറിച്ചു തകർത്തു. ഒറ്റ യഹൂദനും അവിടെ നിൽക്കാനാവാത്ത സ്ഥിതി വന്നപ്പോൾ ആളുകൾ യെരൂശലേമിനെ നോക്കി കരഞ്ഞും വിലപിച്ചും പോകുമ്പോൾ അത് കണ്ട നമുക്ക് ദുഃഖം വേണ്ട. കാരണം അത് പൊളിഞ്ഞെന്നോർത്ത് നമുക്ക് ഭാരം വേണ്ട. കാരണം ഇത് പൊളിച്ചവൻ ദൈവമാ. പൊളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ നിരാശപ്പെടുന്നത്? ഒരുത്തനും പൊളിക്കാൻ കഴിയാത്ത, ഒരു ടൈറ്റസ് നോക്കിയാൽ ഒരു ആയുധം കൊണ്ട് ഇടിച്ചു നിരത്താനാവാത്ത, ബോംബിട്ട് തകർക്കാനാവാത്ത, ന്യൂക്ലിയർ ബോംബുകൾ കൊണ്ട് തകർക്കാനാവാത്ത, ഹൈഡ്രജൻ ബോംബുകൾ കൊണ്ട് തകർക്കാനാവാത്ത, രാസായുധങ്ങൾ കൊണ്ട് തകർക്കാനാവാത്ത ഒന്നിനെ ഞാൻ പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയുടെ നിർമ്മാണം ജീവനുള്ള കല്ലുകൾ കൊണ്ടാ. നിങ്ങളും ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആളുകൾ പല വഴിക്ക് പോയ കൂടെ അവരുടെ അവശേഷിച്ച യഹൂദൻ്റെ ജീവിതം വലിയ ദുസ്സഹമായി. അങ്ങനെയാണ് അവർ ഈ നാടിന് തന്നെ പേര് മാറ്റിയിട്ട്, യേശുവിന് മുമ്പേ മാറ്റിയതാണ്,
ഇസ്രായേൽ എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ റോമക്കാരൻ ഇവരെ അവഹേളിക്കാൻ ഒരു പേരിട്ട് വിളിച്ചു. എന്തെന്ന് കേട്ടോ? പാലസ്തീൻ. ഈ പേര് വരേണ്ട കാര്യമില്ല. ആ പേരിട്ടത് തന്നെ ഇവരുടെ ശത്രുക്കളായ ഫിലിസ്ത്യരെ അവരുടെ ലാൻഡ് എന്ന് ഓർപ്പിക്കാണ്. ദ ലാൻഡ് ഓഫ് ഫിലിസ്ത്യൻസ്, അതാണ് പാലസ്തീൻ. അക്രമം ശക്തമായി. കുറേ കഴിഞ്ഞ് ഒറ്റപ്പെട്ടു പോയ യഹൂദനെ രാജ്യം ഭരിക്കുന്ന അക്കാലത്തെ ചക്രവർത്തി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഭരിച്ചാൽ, കൃത്യം പറഞ്ഞേക്കാം, AD 123 രാജ്യം ഭരിക്കുന്ന ഹദ്രിയൻ ചക്രവർത്തി പറഞ്ഞു, മേലിൽ ഒറ്റ യഹൂദനെ യെരുശലേമിലെന്നല്ല പാലസ്തീൻ്റെ 120 മൈൽ ചുറ്റളവിലെങ്ങും കണ്ടുപോകരുത്. പോക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പുറത്താക്കി, വൈപ്പ് ഔട്ട് ചെയ്തു, തുടച്ചു നീക്കി. ജൂതനില്ലാത്ത ഒരു പാലസ്തീൻ. പുറത്തുപോയ യഹൂദൻ ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു. പലായനം ചെയ്തങ്ങ് പോയില്ലേ. പോയ അവൻ്റെ ജീവിതം ആദ്യഘട്ടം അഭിവൃദ്ധിയുടേതായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധി. പോയ മണ്ഡലത്തിൽ എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള തീവ്ര ശ്രമം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് അവൻ വളർന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചില തിരിച്ചടികൾ അങ്ങുവിഞ്ഞു. കാരണം ഈ ജനത്തിൻ്റെ പ്രശ്നമുണ്ട്. ലോകമൊരു മഹാസമുദ്രമാണ്. ലോകത്തിൻ്റെ പ്രത്യേകത ഇതൊരു കടൽ പോലെയാണ്. ആ കടലിൽ ഏത് വെള്ളം വന്നാലും ഉപ്പിൽ ലയിക്കും, ഉപ്പ് രസത്തിൽ ലയിക്കും. ജൂതൻ എന്ന ആ ചെറിയ നീരൊഴുക്കുണ്ടല്ലോ, അവൻ ഈ മഹാസമുദ്രത്തിലേക്ക് ഒഴുകിയിറങ്ങിയിട്ട് ഈ ഉപ്പ് അവനിൽ ലയിച്ചില്ല. അവൻ മാറി ഇതിനകത്തൂടെ ഒഴുകുക. നമ്മുടെ ഭക്ഷണം, നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതി, ഇതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. വേറിട്ട ജീവിതം, വേറിട്ട സംസ്കാരം, വേറിട്ട കാഴ്ചപ്പാട് അതവൻ പുലർത്തി. അത് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞതാ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവർ കുറേ കഴിഞ്ഞ് നാടിന് വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രശ്നമായി. ഏത് വിധവും പണമുണ്ടാക്കണം. നിങ്ങൾ ഇത്തരം ആളുകളെ പരിചയപ്പെട്ടാൽ മനസ്സിലാകും, വല്ലാത്ത കണ്ണിങ്ങാണ് അവർ. അടുത്തിടപഴകിയാൽ അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്താൽ മനസ്സിലാകും, വല്ലാത്ത കുശാഗ്രബുദ്ധിക്കാർ, വലിയ അറിവുള്ള ആളുകൾ. അറിവും കുശാഗ്രബുദ്ധിയും സൗന്ദര്യവും സമ്പത്തും എല്ലാം കൂടെ എടുത്തിൻ്റെ കയ്യിലിരുന്ന ബാക്കി ആൾക്കാർക്ക് ജീവിക്കണം. എന്താ സ്ഥിതി? വിഷമിക്കണ്ട. നമ്മൾ ഈ മലയാളിയോടൊരു മയമുണ്ട് അവർക്ക്. എൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം, പഠിച്ചു വരുമ്പോൾ പറയാം. എനിക്ക് തോന്നുന്നു അവർ കഴിഞ്ഞാൽ പിന്നെ നമ്മളാകും ഈ കണ്ണിങ്. അതുകൊണ്ടാണ് അല്ലേ? അതുകൊണ്ടല്ലേ ജനിച്ചു വീഴുന്ന കുഞ്ഞും ഒരു കുരുട്ടുബുദ്ധിയിലേക്കാണ് വളരുന്നത്. നമ്മൾ ഈ കൊച്ചു കുട്ടികൾ ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഈ കൊച്ചു ചെറുക്കൻ, ഇളയ കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല, ഉടനെ ആ വീട്ടിലെ സഹോദരി പറഞ്ഞു കേട്ടോ, ഓനത് മൊത്തം കഴിച്ചു, അല്ലേ ചേച്ചിക്ക് കൊടുക്കും. ചേച്ചിക്ക് കൊടുക്കുമെന്ന് പറയും, അവൻ വെട്ടി വീഴുങ്ങും. എന്താ കാര്യം? അവൻ ആഹാരം കഴിച്ചു പോലും അവന് വേണ്ടിയല്ല, ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് ഇത് പോരുത്. കൊച്ചു പ്രായം പോലെ നമ്മളിങ്ങനെയാണ് അവരെ ഭക്ഷണം കഴിക്കാൻ പോലും ട്രെയിൻ ചെയ്യുന്നത്. എന്തിനാ? എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെന്തിനാ? വേറങ്ങ് ഇത് പോരുത്. അത് പോട്ടെ. അപ്പോൾ നമ്മുടെ ആ കണക്ഷനൊക്കെ നമുക്ക് വരും വഴിക്ക് പറയാം. ഉറങ്ങുകയാണോ? ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ പോയിടത്തെല്ലാം പണമുണ്ടാക്കി. അവൻ പണമുണ്ടാക്കിയ വഴി കൂടി എന്ന് പറഞ്ഞേക്കാം. ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണം. അവൻ കാശുണ്ടാക്കിയ വഴി പറയാൻ പോവാണ്. എല്ലാവരെയും മുഖത്തൊരു പ്രത്യാശയൊക്കെ കണ്ടു. ശ്രദ്ധിച്ച് അവനെങ്ങനെ സമ്പന്നനായി പറയാം. നമ്മുടെയൊക്കെ കയ്യിലെ പണം അവനങ്ങോട്ട് എടുക്കുന്നു. ആ എടുത്ത പണം നിശ്ചിത കാലയളവിൽ കയ്യിൽ സൂക്ഷിക്കുന്നതിന് നമുക്ക് ഒരു പണം തരുന്നൊരു ഇൻട്രസ്റ്റ്. എന്നിട്ട് ഈ പണം അവൻ ബിസിനസ്സിന് പുറത്തു കൊടുക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാങ്ക്. ഈ ബാങ്കിങ് എന്ന ആശയം തുടങ്ങി വെക്കുന്നത് അവനാണ്. അമേരിക്കയിലെ പ്രബലരായ പല കമ്പനികളും പൊട്ടിപ്പോയി സാമ്പത്തിക തകർച്ചയിൽ. മെറിൽ ലിഞ്ച്, ലീമാൻ ബ്രദേഴ്സ്, ഇവരൊക്കെ കുത്തുവാള എടുത്തു.
ജൂതൻ്റെ കമ്പനി എന്നിട്ടും പൊട്ടിയില്ല. അപ്പോൾ അത് കാര്യമൊക്കെ പിന്നെ പറയാം. ഇവരാണ് ഈ ബ്ലേഡ് എന്ന് നമ്മൾ പറയുന്ന സംഭവം ഉണ്ടല്ലോ, കുബേര മാല തുടങ്ങി വെച്ച്. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ എളുപ്പവഴി പറയാം. ഷേക്സ്പിയറുടെ മർച്ചൻ്റ് ഓഫ് വെനീസിൽ ഷൈലോക്ക് എന്നൊരു കഥാപാത്രമുണ്ട്. ഒരു കൊള്ളപ്പലിശക്കാരൻ. അയാൾ ഒരു ജൂതനാണ്. അന്നിറങ്ങുന്ന കഥയിൽ പോലും കൊള്ളപ്പലിശ, തീവ്രവാദം, അക്രമം, ഗുണ്ടായിസം ഇതൊക്കെ പറയേണ്ടി വന്നാൽ ജൂതൻ്റെ പേരാ പറയുന്നത്. ജൂതൻ അങ്ങനെയാ. ഇങ്ങനെയുള്ള ഈ കച്ചവടമൊക്കെ നടത്തിയ അതിസമ്പന്നനായ ജൂതന് പെട്ടെന്നായിരുന്നു തിരിച്ചടി. ആ തിരിച്ചടികളിലൊന്ന് ജർമ്മനിയിലും ഇറ്റലിയിലുമുള്ള ആളുകൾ ഇവരെ വെറുത്തു. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പണം വാങ്ങി കോടീശ്വരന്മാരായി നിങ്ങളിവിടെ കഴിയുക. ഈ വിരോധം പതുക്കെയെങ്ങും തലപൊക്കി. അവിടുത്തെ കലാലയങ്ങളിൽ ഒരു ജൂത വിദ്യാർത്ഥി പഠിച്ചാൽ സാധാരണ കുട്ടി പാസ്സാകാൻ 60% മാർക്ക് വേണമെങ്കിൽ ജൂതൻ പാസ്സാകണമെങ്കിൽ 75 വേണം. കാരണം ചോദിച്ചാൽ പറയും, നിങ്ങൾ ശരിയായിട്ട് പരീക്ഷ എഴുതുന്ന ആളുകളല്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല, കോപ്പി ആയിരിക്കും. ജൂതനോടൊരു മുൻവിധി. ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും കൊടുക്കൂല. പക്ഷെ അപ്പോൾ അവരെ ഇരട്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ലോകം അവരെ അങ്ങനെ അങ്ങോട്ട് വെറുത്തപ്പോൾ ഇരട്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. അതിൻ്റെ റിസൾട്ട് കേട്ടു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ജൂതന്മാരുടെ പേര് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. സിഗ്മണ്ട് ഫ്രോയിഡ്, ബീഥോവൻ, കാൽ മാക്സ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഗ്രീഗർ മെൻഡൽ, മെൻഡലിയോഫ്. മനസ്സിലാകുന്നോ? ശാസ്ത്രമാകട്ടെ, സിനിമയാകട്ടെ, കലയാകട്ടെ, സംസ്കാരമാകട്ടെ സമൂഹത്തിൻ്റെ ഒന്നാം നിരയിൽ. തത്വചിന്തയാകട്ടെ, ഗണിതശാസ്ത്രമാകട്ടെ സമൂഹത്തിൻ്റെ ഒന്നാം നിരയിൽ ലോകത്തേറ്റവും അധികം ആളുകളെ സ്വാധീനിച്ചത് അവരായിരുന്നു. ഒരു നാഗരികതയെ തന്നെ ഭസ്മീകരിക്കാൻ കഴിയുന്ന ഈ സീക്വൽ ടു MC², ആ സിദ്ധാന്തം ലോകത്ത് അവതരിപ്പിച്ച അണ്വായുധ സിദ്ധാന്തമാണ്. അത് അവതരിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാ? ഒരു ജൂതൻ. യൂറോപ്പിൻ്റെ 4/3 ഭാഗങ്ങളെ വിപ്ലവത്തിൻ്റെ കൊടുങ്കാറ്റിൽ കടപുഴകി മറിച്ച കാൾ മാർക്സ് ആരാ? ഒരു യഹൂദൻ. പക്ഷെ ഇവരാരുമല്ല ലോകത്തെ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിച്ച യഹൂദൻ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ വചനം പറയുക. അപ്പം നമുക്ക് മുമ്പോട്ട് പോകണം. ഞാനൊത്തിരി ജൂതനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ജൂത ചരിത്രം അല്പം പഠിച്ചേ പറ്റൂ. ഈ കുഞ്ഞുങ്ങളുടെ മരണമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു വല്ലാത്ത ദുഃഖം, എന്തൊരു ഭീകരത. പക്ഷെ ഒരു വസ്തുതയാണ്, പറയാതിരിക്കാൻ തരമില്ല. അടുത്ത കാലത്ത് ഈ തിരുവനന്തപുരത്ത് നിന്ന് കോവളം ആ റൂട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ സ്വന്തം കാര്യം പറയാൻ ഇഷ്ടമുള്ള ഒരാളല്ലെങ്കിലും പറഞ്ഞു പോയതൊരു കാര്യം, രസകരമായ കാര്യം. അപ്പോൾ അവിടെ ഈ പാലസ്തീൻ അറബി സംഘടനകൾക്കെതിരെ, യഹൂദ സംഘടനത്തിനെതിരെ ഒരു പ്ലാക്കാർഡുമൊക്കെ പിടിച്ചൊരു ചെറിയ ജാഥ വരിക. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആ വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ. ഇവരും അതവിടെ നിർത്തിയിട്ട് അവരും ചായ കുടിക്കാൻ കയറി. കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരിൽ ഒരാളെ പരിചയപ്പെട്ടു. കാരണം അവരിലൊക്കെ നല്ല അറിവുള്ളവരുണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചു, സാറേ ഇതെന്താ ഇത്? അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, പറ. ഈ പാലസ്തീനിൽ ധാരാളം ആളുകൾ മരിക്കുന്നു, അതിനൊക്കെതിരെ ഞങ്ങൾ ഒരു പ്രതിഷേധം നടത്തുകയാണ്. ഞാൻ പറഞ്ഞാൽ നല്ല കാര്യമാണ്. മരിക്കുന്ന എവിടാ? പാലസ്തീനി. പ്രതിഷേധം എവിടാ? കോവളത്ത്. അപകടമില്ലാത്തൊരു പ്രതിഷേധം അതല്ലേ? നല്ല കാര്യം. ഇതാ പ്രതിഷേധം, അല്ലാതെ ഉമ്മ അതല്ലേ സാറേ അങ്ങോട്ട് പോകാൻ വയ്യായിരുന്നോ പ്രതിഷേധത്തിന്? എന്താ കാര്യം? അങ്ങോട്ട് ചെല്ലണം. ആ ഒരു പുകയ്ക്കും ബാക്കി കാണുകയല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആളിനെ കിട്ടില്ല. മനസ്സിലായോ? സ്ത്രീകളായ AK-47 കൊണ്ട് നിൽക്കുന്ന കാച്ചിക്കളയും അവരുടെ നിപ്പ് കണ്ടാലേ മനസ്സിലാവും ഇപ്പോൾ വെടി തീരും. ആ രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഗണ്ണും കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ഒരു പോലീസിന് തോക്കുണ്ടായിട്ട് പോലും കാര്യമില്ല. ഒരു വെടി വെക്കണേ എന്തൊരു പാടാ. കളക്ടർ ഉത്തരവിടണം, RDO
ആ വെടി കാലിൻ്റെ മുട്ടിന് താഴെയാണ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. ഇത്രയൊക്കെ ചെയ്തു വരുമ്പോഴേക്ക് വീരപ്പനയുടെ സ്ഥലം വിടും. കാരണം പുള്ളിക്ക് ഇത്തിരി ഉത്തരവൊന്നും വേണ്ട. മോളിൽ നിന്ന് ഉത്തരവ് വേണോ വീരപ്പൻ നമ്മളെ വെടിവെക്കാൻ? പുള്ളി എടുത്ത് കാച്ചിയ കൊള്ളുന്നിടത്ത് കൊള്ളുക. അതുകൊണ്ട് നമ്മുടെ പോലീസുകാർ വല്ലപ്പോഴും ഒരു വെടി വെക്കുന്ന ഇങ്ങനെ മുകളിലോട്ടാണ്. ആ വിഷമം തീരാൻ വേണ്ടി ഒരു വെടിതാ ഇങ്ങനെ. അല്ല മനുഷ്യനെ കയറി വെടി വെച്ചാൽ കളിയങ്ങ് മാറും അല്ലേ? ആ വിഷമെല്ലാം തീർക്കുന്നത് എങ്ങനെ? ഇങ്ങനെ കാച്ചു തീരുക. ആർക്കും പ്രശ്നമില്ല. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു, ജനം ചിതറി ഓടി പോട്ടെ. അപ്പോൾ ജൂതൻ കുറെ കഴിഞ്ഞും ഈ മാനസിക പീഡയുടെ കാലം വിട്ടു. മാനസിക പീഡയുടെ അല്പൂടെ പറയാനുണ്ട്. ഒരു ജൂതനും ഒരു നാട്ടുകാരനും ഒരുമിച്ച് ബസ്സിൽ കയറി. ടിക്കറ്റ് 50 റുപ്യ എന്ന് കുട്ടിക്കോ. ജൂതനോട് 100 രൂപ ആകും. ഈ വണ്ടിയിൽ നിനക്ക് പോകണോ? 100 രൂപ. സീറ്റ് കിട്ടൂല. അഥവാ കിട്ടിയാൽ നാട്ടുകാരൻ വന്ന് എഴുന്നേറ്റ് കൊടുക്കണം. മാനസിക പീഡ. ഒരു ഘട്ടം വീണ്ടും കഴിഞ്ഞ് ഈ മാനസിക പീഡയുടെ ഘട്ടം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുറ്റത്തിനൊരു യഹൂദൻ പിടിക്കപ്പെട്ടു. ജർമ്മനി, ഇറ്റലിയുമൊക്കെ. കുറ്റം അപ്പുറത്ത് നിൽക്കുന്ന ആൾ യഹൂദനെങ്കിൽ കാര്യമായ ചോദ്യം പറച്ചില്ല. നീ ജന്മനാ കൊള്ളരുതാത്തവനാ, അതുകൊണ്ട് ഇന്ന് നിനക്കൊരു ശിക്ഷ കേട്ടാൽ അത്ഭുതപ്പെടണ്ട. അവനൊരു ടീഷർട്ട് കൊടുക്കുക. അതെന്തൊരു പണിയാ? ഒരു ടീഷർട്ട്. ഇനിമേലാൽ ഈ ടീഷർട്ടേ പാടുള്ളൂ. വെറും ടീഷർട്ടല്ല, നിന്നെ തിരിച്ചറിയാൻ പാകത്തിനുള്ള ഒരു ടീഷർട്ട്. മഞ്ഞ നിറമുള്ള ആ ടീഷർട്ടിൽ ചുവന്ന നിറമുള്ള ഒരു ത്രികോണം വരയ്ക്കും. അതിൻ്റെ അർത്ഥം ഇവൻ ക്രിമിനലാണ്. കടയിൽ കയറുമ്പോൾ, പൊതുനിരത്തുകളിൽ വരുമ്പോൾ, സമൂഹത്തിൽ എവിടെ ചെന്നാൽ ഇവനെ ട്രീറ്റ് ചെയ്യണം. ഇവനിതാ പാർട്ടി. അതുകൊണ്ട് കടകളിലൊക്കെ ഈ ടീഷർട്ട് ഇട്ട് ജൂതൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആളുകൾക്കൊരു മുൻവിധി. അതുകൊണ്ട് സാധനം വാങ്ങാനൊക്കെ നിൽക്കുമ്പോൾ നീ അങ്ങോട്ട് മാറി നിൽക്കുക, അവിടെ നിൽക്കുക, ആ സമയത്തിന് തരാം. അടുത്ത കടയിൽ പോയാലോ അവിടെ ഇതാ സ്ഥിതി. അതുകൊണ്ട് ഇവിടെ നിൽക്കുക, കുറേ കൂടെ ഭേദം. ഇനിയൊരു കുറ്റത്തിന് കൂടി പിടിച്ചാൽ വേറൊരു പ്രശ്നം. ഇതേ ത്രികോണം തിരിച്ചു വരയ്ക്കും. ആദ്യം ഒരെണ്ണം ഇങ്ങനെ വരച്ചു, ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതൊരു സ്റ്റാറാകും. ഈ സ്റ്റാറിന് അവരൊരു പേരിട്ടു, ദാവീദിൻ നക്ഷത്രം. ദാവീദിൻ നക്ഷത്രം എന്ന് കളിയാക്കി. ദാവീദിൻ നക്ഷത്രം കൊടും ക്രിമിനലിന് കൊടുക്കുന്നതാണ്. ഇത് കണ്ടാൽ ഓർക്കണം, ഏത് സമയത്തും മരണമുറപ്പ്. സൂക്ഷിച്ചിനി പെരുമാറുന്നില്ലെങ്കിൽ അതിസൂക്ഷ്മതയോടെ പൊക്കോണം. അടുത്ത ഘട്ടം, ജൂതന്മാരായ ആളുകളോട് ഹിറ്റ്ലറും മറ്റും പെരുമാറിയ രീതികൾ ക്രൂരമായിരുന്നു. ശരീരപീഡയിലേക്ക് കടന്നു. പ്രായമുള്ളവരും കുട്ടികളുമൊക്കെയായ ജൂതന്മാരുടെ ശരീരത്തിലേക്ക് മാരക രോഗങ്ങളുടെ വൈറസുകളെ, അണുക്കളെ കുത്തിവെക്കും. അവരെ രോഗികളാക്കി മാറ്റിക്കൊണ്ട് ജീവനുള്ള ശരീരത്തിൽ മൃഗങ്ങളിലും മറ്റും പരീക്ഷിക്കേണ്ട പ്രതിരോധ മരുന്നുകൾ പലതും പരീക്ഷിച്ച് രോഗികളാക്കി അവരിൽ പഠനം നടത്തും. ഒരു മനുഷ്യൻ ആഹാരം കഴിക്കാതെ എത്രത്തോളം പണിയെടുക്കാം എന്ന് പരിശോധിക്കാൻ കല്ലുകൾ ചുമക്കുന്ന, പണിയെടുക്കുന്ന കഠിനമായ സ്ഥലത്ത് ദിവസങ്ങൾ കൊണ്ടൊരാളെ കല്ല് ചുമപ്പിക്കുക, പണിയെടുക്കുക. അങ്ങനെ എടുത്തെടുത്തെടുത്ത് വീണു മരിക്കുക. പിന്നെയുമുണ്ട് മരണത്തിൻ്റെ ചില രീതികൾ. താരതമ്യേന സുന്ദരന്മാരാണ് ജൂതന്മാർ. അവരുടെ ത്വക്ക് നല്ല ഭംഗിയുള്ളതാണ്. ആ ത്വക്ക് ഉരിഞ്ഞെടുത്ത് സംസ്കരിച്ച് വാനിറ്റി ബാഗുകളാക്കുക, മനുഷ്യനെ കൊന്നിട്ട്. മാനുകളുടെ തോൽ എന്ന വ്യാജേന വിവിധ രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയക്കുക, ബാഗുണ്ടാക്കി. പിന്നെ ഉണ്ട് ചില രീതികൾ. സ്ത്രീകളുടെ മുടി മുറിച്ച് പരവതാനികൾ നിർമ്മിക്കുക, അത് കണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് മാരകമായ വൈദ്യുത പ്രസരണം കടത്തിവിടുക. തീവണ്ടിയുടെ വാഗണുകളിലുള്ളിലേക്ക് നൂറുകണക്കിന് ജൂതന്മാരെ തള്ളി കുത്തി നിറച്ച ശേഷം കാർബൺ മോണോക്സൈഡ് വാതകം പമ്പ് ചെയ്ത് കയറ്റുക. അതിനകത്ത് ആളുകൾ ശ്വാസം മുട്ടിയിരുന്ന് മരിക്കുമ്പോൾ ഈ ശരീരം പുറത്തെടുത്ത് കത്തിച്ച് ചാമ്പലാക്കുക. കത്തിച്ചു ചാമ്പലാക്കും വേളയിൽ ലഭിക്കുന്ന കൊഴുപ്പ് ക്യാനുകളിൽ ശേഖരിച്ച് ഇന്ധനമാക്കി മാറ്റി വാഹനമോടിക്കാൻ കഴിയുമോ അതിന് ഒരു ക്വാളിറ്റി മാറ്റും, ഫസ്റ്റ് ക്വാളിറ്റി. സെക്കൻഡ് ക്വാളിറ്റി സോപ്പ് ഉണ്ടാക്കാൻ മാറ്റുന്നു. തേർഡ് ക്വാളിറ്റി ജൈവവളമായി ഉപയോഗിക്കുന്നു. ജൂതന ചെയ്ത പ്രവൃത്തിയാണ്. പിന്നെയും
ഗർഭവതികളായ സ്ത്രീകളുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കുക. ആ ഗർഭസ്ഥ ശിശുവിനെ ഉടച്ച് പരുവപ്പെടുത്തി മെഷീനുകളിൽ അരയ്ക്കുക. ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ ഇങ്ങനെ അരച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ടാക്കി പൊതുവിപണികളിൽ കൊണ്ട് വിൽക്കുക. കോടികൾ കോടികൾ ഹിറ്റ്ലർ ഇങ്ങനെ സമാഹരിച്ചു. മനുഷ്യനെ പീഡിപ്പിച്ച മറ്റു ചില രീതികളൊന്നും ഒരു പൊതുജന സമക്ഷം പ്രസംഗിച്ചുകൂടാ. വലിച്ചു കെട്ടിയ മുള്ളുകമ്പികൾക്കിടയിൽ കൂടി ആളുകളെ ഓടിക്കുക. 90 ഡിഗ്രി ആംഗിളിൽ വലിച്ചു കെട്ടിയ മുള്ളുകമ്പിക്കിടയിൽ കൂടി നഗ്നരാക്കി മനുഷ്യനെ ഓടിക്കുക. പിന്നിൽ നടി മനുഷ്യൻ ഓടിച്ചെല്ലുമ്പോൾ എതിരെ വരുന്നു കടിച്ചു കീറാൻ പാകത്തിന് നായ്ക്കൾ അവയെ അഴിച്ചുവിടും. പരിശീലനം ശ്രദ്ധിച്ച നായ്ക്കളാണ്, അവ നേരെ വരുള്ളൂ. ഈ ഘട്ടത്തിൽ മുള്ളുകമ്പിയിലേക്ക് പിടിച്ചു കയറാൻ മനുഷ്യൻ ബാധ്യസ്ഥനാകും. മാംസം പറഞ്ഞിരിക്കുക മാത്രമല്ല, കനത്ത വൈദ്യുത പ്രസരം കടത്തിവിടും, ഷോക്കടിച്ചു മരിക്കും. ഇവരെയൊക്കെ കൊല്ലാൻ പ്രത്യേക ചേംബറുകൾ ഹിറ്റ്ലർ ഉണ്ടാക്കി. ഇത്തരം ആഡിറ്റോറിയങ്ങൾ വിലക്കെടുക്കുക. അതിലേക്ക് വായു അടക്കാനുള്ള അറകളെല്ലാം അടച്ച് കുത്തി നിറയ്ക്കുക. 500 പേരെ ഇരുത്തേണ്ടടുത്ത് 1000 പേരെ കുത്തി നിറയ്ക്കും. ഇതിനുള്ളിലേക്ക് വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള മാരക വിഷവാതകങ്ങൾ പമ്പ് ചെയ്യും. നോക്കി നിൽക്ക മനുഷ്യൻ്റെ ശരീരം വീർത്തു വികസിക്കും. ഞരമ്പൊക്കെ PVC പൈപ്പ് കണക്കെ വികസിക്കും. നെർവസ് ഗ്യാസ് ഞരമ്പുകളെ ത്രസിപ്പിച്ചു വീർപ്പിച്ചു പൊട്ടിക്കുക. കണ്ണുകൾ തടത്തിൽ അഴുകി ചീഞ്ഞു മാറുക. ആന്തരിക അവയവങ്ങൾ ഉരുകി ഛർദ്ദിച്ചു പുറത്തു കളയുക. ആൾ മരിക്കാൻ 2-3 മിനിറ്റ്. ഈ ശരീരമാണ് കത്തിച്ചെടുത്ത് ഇന്ധനമാക്കി മാറ്റുന്നതും കൊഴുപ്പാക്കി മാറ്റുന്നതും സോപ്പുണ്ടാക്കുന്നതും. ഇങ്ങനെ 1-2 പേരെയല്ല. ഹിറ്റ്ലർ തൻ്റെ ജീവകാലത്ത് കൊന്നൊടുക്കിയത് 1,10,00,000 പേരെ, 110 ലക്ഷം പേരെ. അതിൽ 60 ലക്ഷം യഹൂദന്മാർ, നിരവധി കമ്മ്യൂണിസ്റ്റുകൾ, നിരവധി യഹോവാ സാക്ഷികൾ, നിരവധി ആളുകളെ ദാരുണമായി കൊന്നു ഹിറ്റ്ലർ. മുസോളിനി വിട്ടുകൊടുത്തില്ല. ഇതെല്ലാം പറയാൻ നമുക്ക് നേരമില്ല. റഷ്യയിൽ സർചക്രവർത്തിമാർ ക്രൂരമായി പീഡിപ്പിച്ചു. എല്ലാ മണ്ഡലത്തിലും ജൂതൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ജൂതനെ പീഡിപ്പിക്കാത്ത ഒറ്റ രാഷ്ട്രമേ ലോകത്തുള്ളൂ. പറയോ? ഏതാ? ഇന്ത്യ എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അതിനെന്നാ ഇന്ത്യ ഉള്ളത്? അങ്ങനെ പറ. നമ്മുടെ കേരളം. അങ്ങനെ നമ്മുടെ കൂടെ അക്കൗണ്ട് എടുക്കാനൊന്നും ഒരുതപ്പെട്ടവൻ വരണ്ട. അവിടെ നിന്നാൽ മതി. നമ്മളൊരു മനുഷ്യനെയും എതിർത്തില്ല. എല്ലാത്തരം ആളുകളെ, എല്ലാ സംസ്കാരങ്ങളെയും കൈക്കൊണ്ട സംസ്കാരമാണ് കേരള സംസ്കാരം. ഉപദ്രവമില്ലാത്തവരെ സൂക്ഷിച്ചു, വേണ്ടതൊക്കെ കൊടുത്തു പരിപാലിച്ചു. ജൂത പള്ളികളുണ്ടായി കൊടുങ്ങല്ലൂർ, മുസിരീസിലും നമ്മുടെ കൊച്ചിയിലുമൊക്കെ. അതങ്ങനെ പറഞ്ഞപ്പോൾ അക്കാട്ടത്തിൽ ക്രൈസ്തവരെ അംഗീകരിച്ചൊരു നാടായിരുന്നു കേരളം. നമുക്കറിയാമല്ലോ അല്ലേ ആ ചരിത്രമൊക്കെ. ഓർത്തുകൊണ്ട് എന്ന് പറഞ്ഞേക്കാം. രാജ്യം ഭരിച്ച പെരുമാൾ രാജാക്കന്മാർക്ക് ക്രൈസ്തവരോട് സഹാനുഭൂതി തോന്നി. കച്ചവടം ചെയ്യാമെന്ന അറബികളോടും ക്രൈസ്തവരോടൊക്കെ കച്ചവടത്തിന് വന്ന ആരെയും അങ്ങ് സ്വീകരിച്ചു. വാസ്കോഡി ഗാമയൊക്കെ സ്വീകരിച്ചു കണ്ടില്ലേ? അതിന് മുമ്പ് ക്രൈസ്തവരെയൊക്കെ സ്വീകരിച്ചിട്ട് 72 വിധ അവകാശങ്ങൾ രാജാവ് പതിച്ചു കൊടുത്തു ക്രൈസ്തവർക്ക്. 72 വിധ അവകാശം. കടലിലും കരയിലും കച്ചവടം ചെയ്യാൻ, രാജാവിൻ്റെ സ്ഥാനപ്പേരായ പെരുമാളെന്ന് പേരിനോടുകൂടെ ചേർക്കാൻ, കല്യാണത്തിന് പന്തലിടാൻ, കുരവയിടാൻ, ആലവട്ടവും വെഞ്ചാമരവും പിടിക്കാൻ, ഇടംപിരി വലംപിരി ശംഖ് ധരിക്കാൻ 72 പരം ആചാരങ്ങൾ. ഇതൊക്കെ കേട്ടാൽ പുതിയ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇതൊക്കെ വലിയ കാര്യമാണ്, കാശുണ്ട് ഞങ്ങൾ മേടിച്ചിടുന്ന. നടക്കൂല. അന്ന് രാജാവ് പറയും, അപ്പോഴേ പറ്റൂ. ഇതൊക്കെ പതിച്ചു കൊടുത്തിട്ട് നസ്രാനികളോട് വലിയ ആദരവ് കാട്ടി. ആ കൂടെ മാത്തൻ എന്ന പേരായിട്ടുള്ള ഒരു കച്ചവടക്കാരനുണ്ട്. അതിന് മുമ്പ് പറയാം, ക്രൈസ്തവരോടുള്ള ആദരവ് കൊണ്ട് രാജാവ് അവർക്കിട്ടൊരു പേരാണ് മഹാപിള്ള. ഒരു സ്ഥാനം മഹാപിള്ള. ഈ മഹാപിള്ള ലോപിച്ചാണ് മാപ്പിള എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങ് മലബാറിൽ മുസൽമാനെയും തിരുവിതാംകൂർ മുതൽ അങ്ങോട്ട് ക്രൈസ്തവനെയും വിളിക്കും. എന്താ?
അതെന്തോ കളിയാക്കി വിളിച്ചൊന്നുമല്ല, ആദരവോടെ വിളിച്ച രാജാവ് മഹാപിള്ള, സ്നേഹിച്ച് വിളിച്ചൊരു പേരാണ്. എന്നിട്ട് മാത്തൻ എന്നൊരു കച്ചവട പ്രമാണി ഉണ്ടായിരുന്നു. മാത്തന് കരയിലും കടലും കച്ചവടം ചെയ്യാം. അതിനൊക്കെ വേണ്ടി കടലോട് ചേർന്നൊരു സ്ഥലം മാത്തന് പതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ ഏറിയ, ഇവിടെ ഒരുത്തനും കയറി കളിക്കില്ല, നിൻ്റെയാണ്. മാത്തന് പതിച്ചു കൊടുത്ത ഏറിയയ്ക്കും രാജാവ് ഒരു പേരിട്ടു, മാത്തൻ്റെ ചേരി. എഴുതി വന്ന സായിപ്പ് തെറ്റിപ്പോയി, മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി ജൂതന്മാരെ ഉൾക്കൊണ്ടിട്ട് അത് ജൂത തെരുവാക്കി മാറ്റി. പേടിയോ? നമ്മൾ ഇന്ത്യക്കാരൊക്കെ ചെല്ലുമ്പോൾ ജൂതന്മാർ ചോദിക്കും, ഫ്രം ഇന്ത്യ, വേർ ആർ യു ഫ്രം ഇന്ത്യ? ഇന്ത്യയിൽ നിന്ന് എവിടാ? ഇന്ത്യയിൽ എവിടാ നിങ്ങൾ? നമ്മൾ പറയും കൊച്ചി. കൊച്ചി എന്ന പേരെങ്ങനെ ഉണ്ടായി? കോഹൻ എന്ന എബ്രായ പദത്തിൽ നിന്ന്. എന്താ കോഹൻ്റെ അർത്ഥം? പുരോഹിതൻ. പുരോഹിതനുണ്ടായിരുന്ന സ്ഥലം, പള്ളി ഉണ്ടായിരുന്ന സ്ഥലം, സിനഗോഗ് ഉണ്ടായിരുന്ന സ്ഥലം. കേട്ടല്ലോ? അപ്പം അങ്ങനെ ലോകത്തെല്ലായിടത്തും ജൂതന് നല്ല അടി കിട്ടിയ ജൂതൻ തിരിച്ചൊരു വരവ്. അടി പലയിടത്തുനിന്ന് കിട്ടിയപ്പോൾ അവർ ചിന്തിച്ചു, ഇങ്ങനെ പോയാൽ നമ്മുടെ കുലം മുടിഞ്ഞു പോകും. വിയന്നയിൽ കൂടിയ ജൂതന്മാരുടെ ഒരു സംഘടന സർ തിയോഡർ ഹെർസലിൻ്റെ അധ്യക്ഷതയിൽ യോഗം കൂടിക്കൊണ്ട് ഈ പ്രതിസന്ധി ചർച്ച ചെയ്തു. പോകുന്നിടത്തുള്ള ആളുകൾ കൊല്ലുക, എന്താ ഇതിനുള്ള പരിഹാരം? ഇപ്പം കേട്ട പരിഹാരം ഇതാ. നമ്മുടെ ആളുകൾക്ക് ഒന്നിച്ചു ഒറ്റയ്ക്ക് ജീവിക്കാൻ പാകത്തിന് ഏതെങ്കിലും രാഷ്ട്രം 2 ജില്ല തരട്ടെ. അവിടെ താമസിക്കാൻ പ്രശ്നമില്ല, അധികം പേരില്ല. നമ്മൾ ജില്ല വെറുതെ തരണ്ട, പണം കൊടുക്കാം. ജില്ല പോയിട്ട് ഒരു ഗ്രാമം കൊടുക്കാൻ ആരും തയ്യാറില്ല. അപ്പോൾ ആരും തരാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവരിലൊരു ചിന്ത ഉദിച്ചു. 1000 ആണ്ടുകൾക്കപ്പുറത്ത് പൂർവികന്മാർ ഉപേക്ഷിച്ചു പോകുന്നൊരു മണ്ണുണ്ട്. ഏതാ? പാലസ്തീൻ. അന്നത് ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ്. ഓട്ടോമൻ തുർക്കികളുടെ കൈവശമിരിക്കുന്ന ഈ സ്ഥലം തിരിച്ചു കിട്ടിയാൽ നമുക്ക് രാജാവിനെ പോയി കാണാം, വെറുതെ വേണ്ട, പണം കൊടുക്കാം. അവർ ചെന്നു. ഹുസൈൻ ചക്രവർത്തിയെ നേരിട്ട് കണ്ടു. പ്രഭു, അങ്ങൊരു വിശാല സാമ്രാജ്യത്തിൻ്റെ ഉടമയല്ലേ? അങ്ങയുടെ രാജ്യത്ത് കാര്യമായിട്ട് ആർക്കും ആവശ്യമില്ലാത്തൊരു അല്പം ഭൂമിയുണ്ട്, 120 മൈൽ വിസ്തൃതി വരുന്ന പാലസ്തീൻ. അത് ഞങ്ങൾക്ക് തരുമോ? വെറുതെ വേണ്ട, പണം തരാം. ഞങ്ങളനുഭവിക്കുന്ന പീഡയുടെ വ്യാപ്തി അങ്ങ് കേൾക്കുന്നില്ലേ? ഹുസൈൻ ചക്രവർത്തി പറഞ്ഞു, തരാം. അതിന് പണം വേണ്ട, നിങ്ങൾക്കത് വെറുതെ തരാം. നല്ലൊരു മനുഷ്യൻ. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഒറ്റ വ്യവസ്ഥ. എന്താ വ്യവസ്ഥ? പറയാം. മക്കള് ഒലിവുമല കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടല്ലോ ഒലിവുമല. ഇപ്പം ആ ഒലിവുമലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കുമ്പോൾ, അങ്ങ് വടക്കോട്ട് നോക്കുമ്പോൾ ഹെർമോന്യമലയുടെ മുകളിൽ നിന്നൊരു നീരൊഴുക്ക് പുറപ്പെടുന്ന കണ്ടോ? കണ്ടു. യോർദാൻ. യോർദാൻ എവിടെ വന്നു കൂടും? ഗലീലക്കടൽ. ഗലീലക്കടൽ വീണ്ടും ഒഴുകി എവിടെ ചെല്ലും? ചാവുകടലിൽ. ഈ യോർദാനിലെയോ ഗലീലയോ അതെല്ലാം ഒന്നല്ലേ? ആ വെള്ളം എന്നെങ്കിലും ഒരിക്കൽ ഒലിവുമലയുടെ മുകളിൽ കയറുമോ മക്കളെ? ഇല്ല. അങ്ങനെ കയറിയ അന്ന് ഇത് തരാം വെറുതെ. ഇതിനെ ഇത്രയും വളയുന്നതാണല്ലേ? പിടികിട്ടിയോ? 10-600-700 അടി താഴെ കൂടെ കിടക്കുന്ന ഈ വെള്ളം, മീറ്റർ താഴെ കിടക്കുന്ന ഈ വെള്ളം ഒഴുകി ഇങ്ങനെ കയറുമോ? കയറില്ല. അത് പറയാൻ ഗവേഷണം ചെയ്യണോ? കയറുകയല്ല, അതാ സത്യം. ജോഗ്രഫിക്കലി അതിന് യാതൊരു സാധ്യതയില്ല. ഭൂഗുരുത്വം ഇല്ലാതെ വരണം അല്ലേ? ഭൂഗുരുത്വം ഇല്ലാതെ വന്നാൽ നമ്മുടെ സ്ഥിതി എന്ത് ചെയ്യും? ഫ്ലൈറ്റ് വേണ്ട, നമ്മളങ്ങ് ചൊല്ലും അല്ലേ? ഫ്ലൈറ്റ് വേണ്ട. പിന്നെ ഇത് ഇറങ്ങാൻ പറ്റിയല്ലോ. ഇവിടെ കേരളം കണ്ടേച്ച് അങ്ങനെ പറന്ന് കിടക്കാം. ഭൂഗുരുത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലക്ക് പിടിയിട്ടുന്നില്ല. പഠിച്ച കാലത്ത് ഗുരുത്വം വേണമായിരുന്നു. പോട്ടെ, ലോ ഓഫ് ഗ്രാവിറ്റി. കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഗുരുത്വം എന്ന് പറഞ്ഞാൽ പിടിയിട്ടില്ല. നമ്മളിങ്ങോട്ട് പോട്ടെ. ദെൻ ഈ ആളുകൾ തിരിച്ചു പോകാൻ തുടങ്ങി. കൊടുക്കൂലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വെള്ളം ഒഴുകി മോളിൽ കയറുമോ? ഇല്ല.
പക്ഷെ ആ കൂടെ ഒരു യഹൂദ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ മാത്രം തിരിഞ്ഞു വന്നു, പ്രഭോ അങ്ങ് ഞങ്ങളെ പരിഹസിച്ചേക്കാം, പക്ഷേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ആവശ്യകതയോട് തുലനം ചെയ്യുമ്പോൾ അങ്ങനെയും സംഭവിക്കുമെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. എങ്ങനെ? യോർദാനിലെ വെള്ളവും ഒലിവുമലയുടെ മുകളിലെത്തും. അങ്ങനെത്തും കാലത്ത് അങ്ങ് വാക്ക് പാലിക്കാൻ മറക്കണ്ട. പ്രഭു, ഇത് ഞാൻ വെറുതെ വിശ്വസിക്കുന്നതല്ല. അങ്ങ് ഞങ്ങളുടെ ചരിത്രം പഠിക്കണം. ഞങ്ങളുടെ പൂർവികൻ ആർത്തലക്കുന്ന ചെങ്കടലിൻ തീരത്തു വന്ന് 600,000 കൊണ്ട് വിഷമിക്കും വേളയിൽ കയ്യിലിരുന്നൊരു വടി കൊണ്ട് പതച്ചാർത്തുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന കടൽ തിരകളെ വടികൊണ്ട് വിരട്ടി 2 വഴിക്ക് പായിച്ച് ഉണങ്ങിയ നിലം സൃഷ്ടിച്ച് അതുവഴി അക്കര കടന്നവന്റെ ചെറുമക്കളാണ് ഞങ്ങൾ. ഹല്ലേലൂയ. പ്രഭു, ഞങ്ങൾ ആർത്തലക്കുന്ന യോർദാന്റെ അരികിൽ പെട്ടകം ചുമക്കുന്ന ഞങ്ങളുടെ പുരോഹിതന്മാർ വന്നു നിൽക്കെ അവരുടെ ഉള്ളംകാഴ്ച വെട്ടിയപ്പോൾ യോർദാൻ 2 വഴിപിരിഞ്ഞു. ജയോത്സവത്തോടെ ഇവിടെ വരെ വന്നവരാ ഞങ്ങളുടെ പൂർവികർ. അവർ വരുംവടക്ക് തലയുയർത്തി നിൽക്കുന്ന ജെറിയോ കോട്ട കാഹളമൂതിയപ്പോൾ ഇടിച്ച് നിലംപരിയാക്കി മാറ്റി ജയോത്സവത്തോട് ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തെയാ ഞങ്ങൾ സ്തുതിക്കുന്നത്. ആ ദൈവം ഈ പ്രവൃത്തി ചെയ്യാനും ശക്തൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വെല്ലുവിളിക്കരുത് ദൈവത്തെ. ഈ പയ്യൻ പറയാ, എനിക്ക് വിശ്വാസമാണ്. എന്നിട്ട് ഇനി നമുക്ക് വിശ്വാസമാണോ? ആണോ? അങ്ങനെ കിടക്കുമോ? ദൈവം ഉണ്ടായിരിക്കുന്നു. നമുക്ക് നോക്കാൻ കിടക്കുമെന്ന്. അപ്പം ഇന്ന് നമുക്കത് ചിന്തിച്ച് അങ്ങോട്ട് പിരിയാം. സന്തോഷമാണോ? സമയമുണ്ട്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നാട്ട്. അപ്പോൾ ഈ ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞില്ലേ? ഫസ്റ്റ് വേൾഡ് വാർ വന്നു. 1-ാം ലോക മഹായുദ്ധം. ലോകം 2 ശാക്തിക ചേരികളിൽ അങ്ങ് തിരിഞ്ഞു. ജർമ്മനിയും ഇറ്റലിയും ചേരുന്നൊരു സഖ്യം, ആ കൂടെ കുറേ രാജ്യങ്ങൾ. അമേരിക്ക, റഷ്യ, ബ്രിട്ടനും എല്ലാം ചേർന്ന് വേറൊരു സഖ്യം. ഇറ്റലി, ജർമ്മനി ശക്തിയെ വിളിച്ചു ആക്സിൽ പവർ ഓർ അച്ചുതണ്ട് ശക്തികൾ. മറ്റവരെ എന്ത് വിളിച്ചു? അലയൻസ് പവർ അല്ലെങ്കിൽ സഖ്യശക്തികൾ. അടി കനത്തു, അടി ശക്തിപ്പെട്ടു. ഇന്ത്യ അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലായതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്തത് ജർമ്മനിക്കെതിരെ ബ്രിട്ടൻ്റെ കൂടെ. യുദ്ധം കനത്തു ശക്തിപ്പെട്ട വേളയിൽ ബ്രിട്ടൻ ജയിച്ച് മുന്നേറി അങ്ങോട്ട് പോവുക. പക്ഷെ പെട്ടെന്ന് ബ്രിട്ടന് തിരിച്ചടി വേറൊന്നുമില്ല. ബ്രിട്ടൻ്റെ പക്കലെ വെടിമരുന്ന് കനത്ത തണുപ്പുള്ള മണ്ഡലത്തിൽ വിസ്ഫോടനം സൃഷ്ടിക്കുന്നില്ല. പിടികിട്ടിയോ? കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. വെടിവെക്കുന്നവനറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. വെടിയുണ്ട് എല്ലാം റെഡിയാക്കി നിറച്ചു, തോക്ക് റെഡിയാക്കി വെച്ചു, ഇങ്ങനെ വെച്ചു. ക്യാപ്റ്റൻ പറയുന്നത് കേട്ടു, അറ്റാക്ക് ആൻഡ് ഫയർ എന്നൊക്കെ പറയാൻ പോണ ഫയർ എന്നങ്ങോട്ട് പറഞ്ഞു വരികയും കാഞ്ചി വലിക്കുന്നു. പക്ഷെ പിന്നൊന്നുമില്ല. എന്തോ ഒരു ചമ്മലാന്ന് ഓർത്ത് നോക്കിയ യുദ്ധം പോട്ടെ, ഏതാണ്ട് ചെയ്യും എന്നോർത്ത് അങ്ങോട്ട് ചെന്നാണ് ഒറ്റപ്പിടി ഒന്നും നടക്കുന്നില്ല. ചിലർ ഈ രോഗികളെ കേട്ട് കാണിക്കുന്ന കാട്ടായം കണ്ടില്ല. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുന്നു, റൈറ്റ് നൗ. ഈ ഗ്രാമറില്ലാത്ത ഇംഗ്ലീഷെല്ലാം അവിടെ പാവപ്പെടേണ്ട തലയെ പിടി പ്രയോഗിച്ച് ഇതുപോലെ ഒറ്റപ്പിടി ഒന്നും നടക്കുന്നില്ല. ബ്രിട്ടീഷുകാർ വിഷമിച്ചു. ആകപ്പാടെ വല്ലാത്തൊരു പരിസ്ഥിതി. ഈ ഘട്ടത്തിൽ അറിയുന്നു, ജൂതന്മാർ കണ്ടുപിടിച്ച TNT എന്ന മാരക സ്ഫോടക വസ്തു, വെയ്സ്മാൻ. ഈ സ്ഫോടക വസ്തു ഏത് തണുപ്പിലും വിസ്ഫോടനം സൃഷ്ടിക്കും. ബ്രിട്ടൻ ആളയച്ചു വരുത്തി, ഞങ്ങൾക്ക് ഈ സ്ഫോടക വസ്തു കിട്ടണം. അല്ലാത്ത പരാജയ ഭീതി. കാരണം സോവിയറ്റ് യൂണിയൻ്റെ 20 മൈൽ അടുത്ത് വരെ വന്നെത്തിയിരിക്കുക പട്ടാളം, ഹിറ്റ്ലറുടെ പട്ടാളം. ഇത് കേട്ട അദ്ദേഹം പറഞ്ഞു, സ്ഫോടക വസ്തു തരാം.
നിങ്ങളെ ജയിക്കൂ. ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് പാലസ്തീൻ തിരിച്ചു തരണം. പറ്റുമോ? സായിപ്പ് പറഞ്ഞ് തന്നിരിക്കുകയാണ്. ബ്രിട്ടൻ ജയിക്കുകയും ചെയ്തു. ഞാനീ പറഞ്ഞ വേഗത്തിലൊന്നും ജയിച്ചില്ല. എൻ്റെ ഒരു കാരണമുണ്ട്. എനിക്ക് ഈ അക്രമത്തിൽ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട്, സമയം കുറവായതുകൊണ്ടും ഞാനതങ്ങ് ജയിപ്പിച്ചാണ്. അവർ ജയിച്ചു. മനസ്സിലായോ? എൻ്റെ മോൻ ചെറുപ്പത്തിൽ വന്ന് എന്നോട് കഥ പറയും. ഞാൻ ഈ സീരിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വല്ലതും ഈ കഥ വഴങ്ങും. ഞാനീ പറഞ്ഞൊന്നും ഒരിക്കലൊരു കടുവ ഉണ്ടായിരുന്നു. ആ കടുവ അങ്ങോട്ട് പോകുമ്പോൾ ഒരാടിനെ കണ്ടു. ആടിനെ കടുവ വിഴുങ്ങി തിന്നു എന്ന് പറയും. ബാക്കി പറയാൻ പറയുമ്പോൾ ഞാൻ തിന്നു കഴിഞ്ഞാൽ പിന്നെന്തുവാ കഥ? അവിടെ കഥ കഴിഞ്ഞ് എന്ന് പറഞ്ഞോലേ. ഇതാ ബ്രിട്ടൻ ജയിച്ചു. ബ്രിട്ടൻ ജയിക്കുമ്പോൾ ഈ പാലസ്തീൻ തിരിച്ചു പിടിക്കണം. പാലസ്തീൻ തിരിച്ചു പിടിക്കാൻ ബ്രിട്ടൻ നിയോഗിച്ചത് ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി എന്ന ഒരു ബഹുമാന്യനെ. അതാ നമ്മൾ ഈ ജോർദാൻ കിടക്കുമ്പോൾ അവിടെ ഉണ്ട് അല്ലൻബി പാലം. അൽ ഹുസൈൻ പാലമുണ്ട് അങ്ങേ വഴിക്ക്, ഈ വഴിക്ക് അലൻബി പാലം. അലൻബിയുടെ നേതൃത്വത്തിലൊരു സേന നിരങ്ങി വന്നു. അദ്ദേഹം ഈ പറയുന്ന ഒലിവ് മലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. ഒലിവ് മലയുടെ മുകളിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ താഴേക്ക് കണ്ടു. പണ്ട് യേശു ഇരുന്നിടം, പിന്നെ ടൈറ്റസ് ഇരുന്നിടം, എത്ര സാമ്രാട്ടുകൾ വന്നുപോയ ഇടം. അവിടെ ഇരുന്നുകൊണ്ട് താഴോട്ട് നോക്കുക. ഈ താഴേക്ക് നോക്കും വേളയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. തുറക്കാതടഞ്ഞു കിടക്കുന്ന യെരൂശലേമിൻ്റെ കിഴക്കേ വാതിൽ. അങ്ങനെ നോക്കി പഠിച്ചപ്പോൾ ബൈബിൾ നിരന്തരം പഠിക്കുന്ന അദ്ദേഹത്തിന് പിടികിട്ടി ഇതേതാണ് സ്ഥലം. അമ്മ പറഞ്ഞു കൊടുത്ത വചനങ്ങളും ബാല്യം മുതൽ പഠിച്ചതും എന്നും വായിക്കുന്നതുമായ ഇടം കണ്ടിട്ട് പിടികിട്ടി ഇതാണ് ഉത്തരഗിരിയായ സിയോൻ. ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം ഈ സ്ഥലമാ. ആ സ്ഥലത്തേക്ക് നോക്കി ബൈബിൾ ചിന്തകൾ മനോമുഖരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. ഒടുവിൽ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത കണ്ട് അദ്ദേഹം ചിന്തിച്ചു, ആ ഓർന്നാണ്ട കളമല്ലേ ദാവീദ് വിലയ്ക്ക് വാങ്ങി ദൈവത്തിന് ആലയം പണിയാൻ തുനിഞ്ഞതും പെട്ടകം ഓബേദെദോം എൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ സന്തോഷ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആടി ദൈവത്തെ സ്തുതിച്ച മനോഹര സ്ഥലം ഇവിടെയല്ലേ ദാവീദ് നൃത്തം ചെയ്തത്. ആ സ്ഥലം വീണ്ടും കണ്ടുകൊണ്ടിരിക്കൊരു കാര്യം പിടികിട്ടി. ദൂരെ തലയുയർത്തി നിൽക്കുന്ന ഗോൽഗോഥ, അവിടേക്കല്ലേ പീലാത്തോസിൻ്റെ കൊത്തളത്തിൽ നിന്ന് വിധിക്ക് വിധേയനായി മാരക മരക്കുരിശും പേറി എൻ്റെ കർത്താവ് നടന്നുപോയത്. ചോരയണിഞ്ഞ പാദങ്ങളോടെ അവൻ കടന്നുപോയ വഴികളും ക്രൂശിക്കപ്പെട്ട ഇടങ്ങളുമെല്ലാം മലമുകളിൽ നിന്ന് കണ്ടിട്ട് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു, ഐ ആം അൺഎബിൾ ടു ഡു ദിസ് ടാസ്ക്. ഐ കനോട്ട് ഡു. എനിക്ക് സാധിക്കില്ല. മഹാരാജാവിൻ്റെ നഗരത്തിന് നേരെ യുദ്ധം ചെയ്യാൻ മനസ്സ് വരുന്നില്ല. എന്നെ ഒന്ന് പിൻവലിക്കണം. കൺട്രോൾ റൂമിലേക്ക് സന്ദേശം. യുദ്ധമുന്നണിയിൽ വെച്ചൊരു പട്ടാള മേധാവി പതറിയാൽ നേരെ ജയിലാ. വിളിക്കറിയാൻ വിവരം. അദ്ദേഹം പറഞ്ഞു, ജയിലാണെങ്കിലും സാരമില്ല, ഞാനിത് നിർവഹിക്കില്ല, എനിക്ക് സാധിക്കില്ല. അവിടുന്ന് മറുപടി, മിസ്റ്റർ അല്ലൻബി, യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്. ദിസ് ഡ്യൂട്ടി ബിലോങ്സ് ടു യു അല്ലൻബി. വി കനോട്ട് റീപ്ലേസ് എനിവൺ എൽസ്. ആരെയും റീപ്ലേസ് ചെയ്യില്ല. യു ഹാവ് ടു ഡു ദിസ് ജോബ്. നീ തന്നെ ഇത് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മറുപടി, ചോരച്ചൊരിച്ചിലില്ലാതെ ഇവരെ ഒഴിപ്പിക്കാൻ എനിക്ക് കൂടുതൽ സമയം വേണം. മറുപടി, മിസ്റ്റർ അല്ലൻബി, നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്നിട്ട് വേണ്ടത് ചെയ്യുക. അതിൽ പരം വേണം. കൺട്രോൾ റൂമിൽ ഇങ്ങനെയൊന്നും കിട്ടുന്നതല്ല, യുദ്ധമാണെന്ന് ഓർക്കണം. അല്ലൻബിയും സഹപ്രവർത്തകരും ഒലിവ് മലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. ചില നാളുകൾ പട്ടാള ബാരാക്കുകൾ സജ്ജീകരിച്ചു. ഇവിടം പിടിച്ചെടുത്തേ പറ്റൂ. യുദ്ധതന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു. ബൈനോക്കുലർ കൊണ്ട് പരിസരമെല്ലാം ഇങ്ങനെ നോക്കി. ചില നാളുകൾ ഇവർ പാർക്കണം. അതിനുവേണ്ടി കൂടാരമൊക്കെ സജ്ജീകരിച്ചു. അനുദിന ജീവിതത്തിലെ ആവശ്യത്തിന് വെള്ളം വേണം. 3 ഇടങ്ങളിൽ ടാങ്ക് കെട്ടി. ഘട്ടം ഘട്ടം ടാങ്ക് കെട്ടിയിട്ട്
യോർദാനിലെ വെള്ളം പമ്പ് ചെയ്ത് ഒലിവ് മലയുടെ മുകളിൽ കയറ്റി. എന്തോ മനസ്സിലായെന്ന്. വെള്ളം നിറഞ്ഞിട്ടൊഴുകി ഈ കിദ്രോൻ തോട് വരെ പാഞ്ഞു. ഞാനിങ്ങനെ ആദ്യം ഈ ജോഗ്രഫിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ നല്ല ഉറക്കമായിരുന്നല്ലോ. മനസ്സിലായോ? എനിക്കറിയാമെന്നെല്ലാം കുടഞ്ഞിട്ടിട്ട് പോകാൻ വന്നല്ല, വിഷയമുണ്ട്. അതിനാ പറഞ്ഞേ. ഒടുവിൽ യോർദാനിലെ വെള്ളം ഹുസൈൻ രാജാവിൻ്റെ വെല്ലുവിളിക്ക് മുമ്പിൽ പതറാത്ത ദൈവം ആ വാക്ക് പാലിച്ചുകൊണ്ട് അതിൻ്റെ മീതെ കയറുന്ന സ്ഥിതിവിശേഷ സംജാതമായെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ വചനം പറയുന്നു, ന്യായവിധി ദിവസത്തിൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ മഹിമയും അവിടുത്തെ പ്രവൃത്തി ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങളുടെ വിലപിടിപ്പുള്ള സമയത്തിൻ്റെ ഒരു വേള വേർതിരിച്ച് ഈ വചന പഠനത്തിന് ഇവിടെ വന്നത് വൃഥാവാകരുത്. വചനത്തിൽ അടിയുറയ്ക്കാൻ ഇതൊരു പുത്തൻ സമർപ്പണമായി മാറണം. ഒരു പുനഃത്യാഗത്തിന് അവസരം വന്നാലും പ്രാണൻ കൊടുക്കേണ്ടി വന്നാലും യേശുവെ നിന്നെ വിട്ടുപോകാൻ ഇടവരാത്ത വിധത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഈ ബോധത്തിൽ ഇവിടുന്ന് പോകണം. എന്നിട്ട് ഇദ്ദേഹം തനിക്ക് ലഭിച്ചൊരു ബൈപോളാർ ഹെലികോപ്റ്റർ ഇതിന് കുറുകെ പായിച്ചു. പാലത്തിന് കുറുകെ, വിശേഷിച്ച് ജെറുസലേമിന് കുറുകെ പായ അവിടേക്ക് ഇട്ടുകൊടുത്തു ലേഖ. അതിലെഴുതിയിരുന്നു കീഴടങ്ങ, അല്ലെങ്കിൽ വെടിവെക്കും. കുറേ നാടകീയമായ പ്രയോഗങ്ങൾ. അത് എഴുതി, മക്കളെ, ആകാശം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊട്ടിയടച്ചിരിക്കുന്നു. നൂരി പറന്ന് വാനൊക്കില്ല. കരയെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. സുഷിരങ്ങൾ മുഴുവൻ ഞാൻ അടച്ചിരിക്കുന്നു. ഒരു വഴി മാത്രം, കൈ പൊക്കി കീഴടങ്ങുക. ഇത്ര മാന്യമായൊരു യുദ്ധമാണെന്നോർത്ത്. പിന്നെ ചിമിങ്ങിയാൽ വെടിയുറപ്പ് മര്യാദയ്ക്ക് വെക്കണം. താഴെ എഴുതി അല്ലൻബി, അറബിയിലാണ്. ബാക്കിയൊന്നും വായിച്ചിട്ട് അവർക്ക് പിടി കിട്ടുന്നില്ല. എഡ്യൂക്കേറ്റഡ് അല്ല. അവർക്ക് ഇത്രയും പിടി കിട്ടിയ അല്ലൻബി. അതിൻ്റെ അർത്ഥം ഓൾമൈറ്റി ഈസ് എഗൈൻസ്റ്റ് യു. അള്ളാഹ് ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോഴേ പറഞ്ഞു, അള്ളാഹ് എതിരായി, കൈവക്കിക്കോ, കീഴടങ്ങിക്കോ. വെള്ളക്കൊടി ഉയർത്തി പാവങ്ങൾ കീഴടങ്ങി. അന്നാ കുറേ പേര് ശ്രമിച്ചത് പല വഴിക്ക് ചാടും വേളയിൽ കിഴക്കേ വാതിൽ വഴി ചാടാവുന്നു. കിഴക്കേ വാതിൽ തല്ലിപ്പൊളിച്ച് അതുവഴി ചാടാൻ വേണ്ടി പിക്കാക്സും കുമ്പായൊക്കെ കൊണ്ടുവന്ന് വെട്ടു തുടങ്ങുമ്പോഴേക്ക് വന്നു പതിച്ചു. അവിടേക്ക് വെടിയുണ്ടകൾ മാറി, ഭയന്ന് മാറി. അന്ന് പൊളിക്കാൻ പറ്റിയില്ല. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് പോലെ ഹെലികോപ്റ്റർ അതിങ്ങനെ തലങ്ങും വിലങ്ങും പറന്നുകൊണ്ടിരിക്കെ ഇത് ആകാശത്ത് മറ്റൊരു കാഴ്ച. ഇരമ്പിപ്പായുന്ന 2 വിമാനങ്ങൾ. ഒന്ന് റഷ്യ അയച്ചു കൊടുത്ത സഹായക വിമാനം. അത് ക്ലോക്ക് വൈസിൽ പറക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പറക്കുന്നു അമേരിക്കൻ വിമാനം. അല്ലൻബിയെ സഹായിക്കാൻ വന്നതാണ്. 2 വഴിക്ക് പറക്കുക. അല്ലൻബി നടുക്കൂടി പായുക. ഈ ചെറിയ നാടെങ്ങും ശബ്ദമുഖരിതം. ആളുകൾ ഭയചകിതരായി പല വഴിക്ക് ചിതറി. പാലസ്തീൻ പിടിക്കപ്പെടാൻ പോവുകയാണ്. അറബികളുടെ നിരുപാധികമുള്ള കീഴടങ്ങിന് സമയം വരികയാണ്. വിമാനമരണം ഹെലികോപ്റ്റർ ഇങ്ങനെ പായുമ്പോൾ, മറ്റൊന്ന് ക്ലോക്ക് വൈസിലും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലും പായുമ്പോൾ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വചനം കൂടി നിറവേറി. അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്നു കാക്കും പോലെ ഞാൻ യെരൂശലേമിനെ കാത്തുകൊള്ളും. യെരൂശലേമിനെ കാത്തുകൊള്ളുവാൻ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കും പോലെ ഞാൻ നിന്നെ കാത്തുകൊള്ളുമെന്ന വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് തിരുവെഴുത്തിലെ പ്രവചനം നിവൃത്തിയായി. അന്ന് പാലസ്തീൻ കീഴടങ്ങി. എന്നിട്ടും ജൂതനത് കിട്ടിയില്ല. എന്താ കിട്ടാഞ്ഞെന്നറിയണ്ടേ? ബ്രിട്ടന് താല്പര്യമാണെങ്കിലും റഷ്യ കണ്ണുരുട്ടി. ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളെതിരായി അറബി രാജ്യങ്ങൾ. അത് വിജയിച്ചു. പക്ഷെ പറഞ്ഞത് പാലിക്കണമല്ലോ. അതുകൊണ്ട് ബ്രിട്ടൻ ഒരു ചെറിയ അനുമതി കൊടുത്തു. ആർതർ ബാൽഫറുടെ വിളംബരത്താൽ ഏതൊരു ജൂതനും ഈ പാലസ്തീനിൽ വരാം. സ്ഥലം വില കൊടുത്തു വാങ്ങാം, താമസം ആരംഭിക്കാം, രാജ്യം തരില്ല. അത്രയ്ക്കെങ്കിൽ ആകട്ടെ. അങ്ങനെ 1919
ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ജൂതൻ പതുക്കെ അങ്ങോട്ട് പലായനം ചെയ്തു. ചെന്ന സ്ഥലം വില കൊടുത്ത് വാങ്ങി. തങ്ങൾ വിറ്റഴിക്കുന്ന ഭൂമിയുടെ വിലയും മൂല്യവും മനസ്സിലാകാത്ത അറബികൾ വിറ്റഴിച്ചു. കുറേ കഴിഞ്ഞ് കിട്ടാത്ത സ്ഥലം യഹൂദൻ പിടിച്ചു വാങ്ങി. ഒത്തിരി നീട്ടി പറഞ്ഞ് ഒട്ടകത്തിന് ഇരിപ്പിടം കൊടുത്തു എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പിടിച്ച് അവരെ തള്ളി ലാസ്റ്റ് അവിടെ ഒന്നുമല്ല. അതാണ് പാലസ്തീൻ ഇസ്രയേൽ സംഘടന. മനസ്സിലായോ? 48 മറ്റൊന്നായി സ്ഥിതി. അതിനിടയ്ക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വതന്ത്ര രാജ്യമാണ്. ആരും അംഗീകരിച്ചില്ല. 48 അവർ സ്വയം പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ഞങ്ങൾ സ്വതന്ത്രവും പരമാധികാരവുമുള്ളൊരു രാജ്യമാണ്. 1948 മെയ് 14 ഇസ്രയേൽ സ്വതന്ത്ര രാഷ്ട്രമായത്. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഈ ചിന്ത നിർത്താം. സ്വതന്ത്രവും പരമാധികാരമുള്ള രാഷ്ട്രമായി പ്രഖ്യാപിക്കേ ഒരു സംഭവം അവിടെ നടന്നു. അവിടെ ഈ നാടിനെ അംഗീകരിക്കാൻ ആരും തയ്യാറില്ല. കുറേ നാൾ കഴിഞ്ഞ് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ അംഗീകരിച്ചു. നമ്മുടെ നെഹ്റുവും പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചു. എന്നാൽ ഇതിനെ ഒരു രാജ്യമായി അംഗീകരിക്കാമോ ഇല്ലയോ ചർച്ച നടക്കുകയാണ്. ആ ചർച്ച മുറിയും. ചർച്ച ശക്തിപ്പെടും വേളയിൽ പ്രമേയം വോട്ടിനിട്ടു. എല്ലാ രാജ്യങ്ങളും എതിരാ. ചില രാജ്യങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷേ നടന്ന അത്ഭുതമാണ്. 11-നെതിരെ 33 വോട്ടുകൾ നേടിക്കൊണ്ട് അവർ ഒരു രാജ്യമായി അംഗീകരിക്കപ്പെട്ടു. യെശയ്യാപ്രവചനം 66:6 വായിക്കുക. യെശയ്യാ 66:6. നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു. തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു. പിന്നെ വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇത്തരം വാർത്ത ആരാ കേട്ടെ? ആർ കേട്ടിട്ടുള്ളൂ? വിചിത്രമായി ഈ വാർത്ത. ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഇതാരാ കണ്ട ഇങ്ങനൊരു വിചിത്ര വാർത്ത? നോവ് കിട്ടും മുമ്പ് പ്രസവിക്കയോ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. സിയോൻ നോവ് കിട്ടിയ ഉടൻ മക്കളെ പ്രസവിച്ചു. സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാഷ്ട്രം. കേട്ടല്ലോ? ലോകത്ത് ഏറ്റവും ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രം. ഞാൻ ഇന്നലെ അതൊക്കെ പറഞ്ഞു. പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ രാഷ്ട്രത്തോട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബൈബിൾ പ്രവചന സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യാൻ വേണ്ട ഒരടിത്തറ തേടിയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഇങ്ങനൊരു വരവ് വന്നത്. വിരോധമുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ശേഷം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നാളെ വീണ്ടും കൂടാം. പുതിയതൊന്ന് പറയാനുള്ള അവസരം നമ്മുടെ മുമ്പിലില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം.